الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيلي فتربصوا حتى يأتي الله بأمري والله لا يهدي القوم الفاسقين صدق الله مولانا الذي وصدق بالله رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين صدق رسوله المصطفى النبي صلى الله عليه وعلى آله وصحبه وأتباعه أجمعين يا زينة الكونين جدني وافرا يا بهجة الدارين كلي ناصرا يا غافر العاصين كلي غافرا يا أكرم الثقلين يا كنز الورى يا أكرم الثقلين يا كنز الورى يا أكرم الثقلين يا كنز الورى جدري بجودك أرني برضاك يا سيدي مددي سندي ويا وددي مؤيدي مددي أمدي على شددي وسيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي
ഖാജാ മുഈനുദ്ദീൻ കുൻ ആഖിദൻ ബിയദി ഖാജാ മുഈനുദ്ദീൻ ലി ഖംസത്തുൻ നുത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹാത്തിമാ المصطفى والمرتضى وابناهما والفاطمة مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واسمع لنا امام الله يا واسع الكرم مولاي صل وسلم دائما أبدا على ثم الليل النبي بكر والنمر وأن علي وأن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹനീയമായ വേദിയെ അഹ്ലുബൈത്തിന്റെ പ്രകാശത്തിന്റെ അലംഘനീയത കൊണ്ട് അനുഗ്രഹിച്ച പ്രിയപ്പെട്ട സയ്യിദന്മാരെ, ഈ സദസ്സിന്റെ വളരെ നീണ്ടു നിന്ന ഒരു പ്രാർത്ഥനയിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അലംഘനീയമായ അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങാൻ നാം ഈ സദസ്സിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ തന്നെ അല്ലാഹുവിലേക്ക് ദുആ ചെയ്ത് ഈ സദസ്സിന്റെ പ്രാരംഭം കുറിക്കുകയും ചെയ്ത ബഹുമാനനും ആദരണീയമായ കറുകപ്പുത്തൂർ ജുമാ മസ്ജിദിലെ വളരെ കാലങ്ങളായുള്ള ദീനീ പ്രവർത്തനങ്ങൾക്ക് ആത്മീയമായ മേഖലകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനനും ആദരണീയമായ AK അബൂബക്കർ മുസ്ലിയാർ എന്ന കൊപ്പം ഉസ്താദ് അവറുകൾ, അൽഹംദുലില്ലാഹ് ഈ മഹലിന്റെ ഈ സദസ്സിന്റെ എല്ലാമായ നമ്മുടെ ഇതിന്റെ മുത്തവല്ലി കൂടിയായ ബഹുമാനനും ആദരണീയമായ അബ്ദുർ റഷീദ് മദനി ഉസ്താദ് അവറുകൾ ഈ സദസ്സിന് പ്രവാചക പ്രേമ അനുരാഗത്തിന്റെ മനോഹരമായ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ആമുഖ ഭാഷണവും അല്ലാഹുവിന്റെ ഖുർആനിന്റെ ബിസ്മി എന്ന അലംഘനീയമായ വിലപിടിപ്പുള്ള വാക്കുകളെ കൊണ്ട് സമുദ്ഘാടനവും നിർവഹിച്ചതെന്ന അബ്ദുർ റസാഖ് അൽ ഫാദി ഉസ്താദ് അവറുകൾ മഹല്ല് ഖത്തീബ് വളരെ നാളുകളായി നമ്മുടെ മഹല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവേശവും ഉന്മേഷവും പകർന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനായ മഹല്ല് സെക്രട്ടറി KV അബ്ദുർ റസാഖ് സാഹിബ്, അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്വലാത്ത് കമ്മിറ്റിയുടെയും ഈ മതപ്രഭാഷണ പരിപാടിയുടെയും ഈ വിവാഹ ധനസഹായത്തിന്റെയും വിവാഹ മംഗള മുഹൂർത്തത്തിന്റെയും എല്ലാം പരിപൂർണമായ വിജയത്തിൽ പങ്കാളികളാകാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെ, അതിന്റെ സംഘാടക സമിതിയിലെ മറ്റു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, ഉമ്മവങ്ങന്മാരെ,
ഈ സരസിലിരിക്കുന്ന ചെരിപ്പൂർ ഉസ്താദ് ഉൾപ്പെടെ ഒരുപാട് ഉസ്താദുമാരും പൊതുപ്രവർത്തകരും അറിയപ്പെടുന്നവരൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രപഞ്ചനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ നാടിന്റെ ഈ ഇത്രയും വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമുള്ള നമ്മുടെ ഈ പരിപാടി അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെടുന്നതിന് നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു ഒരു നിമിത്തമാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു സന്തോഷത്തിലും സംതൃപ്തിയിലുമാക്കി കൊടുക്കുമാറാകട്ടെ. പരമാധികാരിയായ പടച്ചതമ്പുരാൻ ഇവിടെ സെക്കൻഡ് സൂചിപ്പിച്ചതുപോലെ സുഖമില്ലാതെ കഴിയുന്ന അനീഫ എന്ന പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ അടുത്ത സമയത്ത് നമ്മുടെ നാടിനെ കണ്ണീരിലാഴ്ത്തി സുന്നത്ത് ജമാഅത്തിന്റെ ആവേശോജ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ച ബഹുമാനനും ആദിനയും അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ എന്ന് നിങ്ങളൊക്കെ വിളിച്ചിരുന്ന, നമ്മളൊക്കെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബറിലേക്ക് ഈ സദസ്സിന്റെ പുണ്യവും ബറക്കത്തും ഇജാബത്തും ഒക്കെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അല്ലാഹു യതീമിന്റെ സങ്കടമറിയാതെ വളരാനുള്ള എല്ലാ സംരംഭത്തിന്റെയും കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സമയമേറെ വൈകിയിട്ടുണ്ട്. 12 മണിക്കപ്പുറം ഒരു വഅദ് എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമുക്ക് ക്ഷീണം തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പറയും ഒരുപാട് നേരം ഉസ്താദ് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കും. എല്ലാ ആളും അങ്ങനെ പറയില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള പ്രയാസമുണ്ട്. ഞാൻ വളരെ നേരത്തെ തന്നെ 8 മണിക്ക് മുമ്പ് ഈ നാട്ടിൽ വന്നയാളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 12 മണി കഴിഞ്ഞാൽ ഉടൻ വഅദ് നിർത്തും. വളരെ വേഗം തന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇനിയുള്ള സദസ്സിലെങ്കിലും സഹകരിച്ചില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഒരു 9:30 തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് നമ്മുടെ സമുദായത്തിന് തന്നെ. പാതിരാത്രിയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പോകുന്ന പോലെ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ നേട്ടങ്ങളും എല്ലാ വിജയങ്ങളും എല്ലാ സന്തോഷങ്ങളും ഈ ഗ്രാമപ്രദേശത്ത് ഇത്രയും വലിയ പരിപാടികൾ അൽഹംദുലില്ലാഹ് നടത്തുമ്പോൾ അതിന്റെ പ്രവർത്തനത്തിന് അല്ലാഹു പൂർണ്ണമായ ഖബൂലിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേമം ആരോട് എന്ന മനോഹരമായ ഒരു വിഷയത്തെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിച്ച് സ്വലാത്തും ദുആയും ഒക്കെ ചൊല്ലി നല്ല മനസ്സോടുകൂടി നമുക്ക് പിരിയാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം, മുസ്ലിങ്ങൾ ആ രാജ്യത്തിന്റെ ഭരണശിലാകേന്ദ്രം കയ്യാളി വെച്ചിരിക്കുമ്പോഴും ആ രാജ്യത്തിന്റെ കീഴിൽ മതസ്പർദ്ധ വളരുന്നതിന് ആരും അനുവാദം കൊടുത്തിട്ടില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ക്രിസ്തീയ സഹോദരങ്ങളായിരുന്നു. ആ ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതം പറയുന്നത് പോലെ ജീവിക്കുന്നതിന് ഒരു തടസ്സവും അന്നത്തെ ഭരണാധികാരികളായ മുസ്ലിം ഇമാമിങ്ങൾ ചെയ്തിരുന്നില്ല. അങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭരണ റൂമിനകത്തിരിക്കുമ്പോ പരാതിയുമായിട്ട്, ഒരു വലിയ പരാതിയുമായിട്ട് ആ നാട്ടിലെ ക്രിസ്ത്യൻ പ്രിയപ്പെട്ട സഹോദരന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിലേക്ക് കടന്നു വന്നിട്ട് ക്രിസ്ത്യൻ സഹോദരങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ നാടിനെ നടുക്കിയ ഒരു വലിയ ദുരന്തത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയുക. ആ വന്നവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ഞങ്ങളുടെ ദൈവമാകുന്ന യേശു ക്രിസ്തുവിന്റെ പ്രതിമ ഞങ്ങൾ വെച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഞങ്ങൾ വെച്ചിരുന്നു. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പോയി നോക്കുമ്പോ ആ പ്രതിമയുടെ മൂക്കിന്റെ ഭാഗം മുസ്ലിങ്ങൾ ചെത്തിക്കൊണ്ടുപോയിരിക്കുകയാണ്. അവര് കഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ നേതാവും ഈ രാജ്യത്തിന്റെ ഖലീഫയുമായ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അതിനൊരു പ്രതിവിധി കാണിച്ചു തരണമെന്ന് പറഞ്ഞ് പരാതി പറയുമ്പോ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് അറിയാം മുസ്ലിങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല എന്നറിയാം. പക്ഷേ മുസ്ലിങ്ങളല്ല അത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് സംസാരം തുടങ്ങിയാൽ
ഈ വന്ന ജനങ്ങൾ ബഹുമാനപ്പെട്ട ഖലീഫ പക്ഷപാതിത്വം നിന്ന് ഭരണം നടത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കിംവദന്തി പറഞ്ഞ് പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഒരുപാട് ആവേശത്തോടുകൂടി കടന്നു വന്ന ക്രിസ്ത്യൻ സഹോദരങ്ങളെ പിണക്കാതിരിക്കാൻ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏറ്റവും നല്ല ഒരു പ്രതിവിധി ഈ രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാം. ബഹുമാനപ്പെട്ട ക്രിസ്ത്യൻ സഹോദരങ്ങൾ പറഞ്ഞു, അവിടെ നിന്ന് പറയുക. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തിന്റെ നഷ്ടപ്പെട്ടു പോയ മൂക്കിന്റെ ഭാഗം നിങ്ങൾ എത്ര പണിയെടുത്താലും പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള മനോഹരമായ സ്വർണ്ണക്കല്ലുകളെ കൊണ്ട് ഞാൻ വെച്ച് പിടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ ക്രിസ്ത്യൻ സഹോദരങ്ങൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ പുതുക്കി പണിയാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങളുടെ മനസ്സിലേറ്റ മുറിവിന്റെ ഒരു പരിഹാരം, ഒരു പ്രതിവിധി അവിടുന്ന് ചെയ്തില്ലാരെങ്കിൽ ഈ രാജ്യത്ത് കലാപമുണ്ടാകുമെന്ന് ഭീഷണി മുഴങ്ങിയപ്പോ ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നാൽ രണ്ടാമത്തെ ഒരു പ്രതിവിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ മനോഹരമായ യേശുക്രിസ്തുവിന്റെ പ്രതിമ അതുപോലെ തന്നെ നിങ്ങൾ എടുത്തു മാറ്റുക. അതിനേക്കാൾ ഏറ്റവും വിലപിടിപ്പുള്ള ലോകത്ത് പോകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ചിത്രപ്പണികൾ ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഏറ്റവും വിലപിടിപ്പുള്ള മനോഹരമായ കല്ലുകളെ കൊണ്ട് കൊത്തിവെച്ച ഒരു പ്രതിമ ഞാൻ നിങ്ങൾക്ക് നിർമ്മിച്ചു തരാം എന്റെ ചിലവിൽ. നിങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല. ആ വന്നവർ പറഞ്ഞു, അത് ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ അറിയാം. ഞങ്ങൾ മതത്തിനോട് താല്പര്യവും കൂറുമുള്ളവരാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ആ ക്രിസ്ത്യൻ സഹോദരങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ ഒരു പ്രത്യേകിച്ച് രൂപവും കിട്ടിയിട്ടില്ല. എങ്കിലും ഞങ്ങൾ ഒരു പ്രതിമ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. കല്ലുകൊണ്ട് കൊത്തിവെച്ച ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ആ പ്രതിമയുടെ മുകളിൽ ഇത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് ഞങ്ങൾ എഴുതി വെക്കും. എന്നിട്ട് ഈജിപ്തിന്റെ കമ്പോളത്തിന്റെ ഭാഗത്ത് വലിയ ഉയരമുള്ള സ്ഥലത്ത് ഞങ്ങൾ അതിനെ കൊണ്ടു നിർത്തും. എന്നിട്ട് നാട് മുഴുവനും പരസ്യം ചെയ്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അവിടെ തിരിച്ചുകൂടും. അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തെ പരസ്യമായിട്ട് കൊത്തിഞ്ഞുറുക്കിയിട്ട് ഞങ്ങൾ അവഹേളിക്കും. അതുകൊണ്ട് നിങ്ങൾക്കതിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്റെ പ്രവാചകന്റെ രൂപത്തെയോ പേരിനെയോ അവഹേളിക്കാൻ കഴിയില്ല. എന്നിട്ടല്ലേ പ്രതിമയുണ്ടാക്കാൻ പോകുന്നത്? മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ വീര്യം തീരില്ല എങ്കിൽ, നിങ്ങളുടെ രക്തത്തിന്റെ തിളപ്പ് മാറുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിനേക്കാൾ നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സമാധാനത്തോടെ കേട്ടു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ പ്രവാചകന്റെ രൂപമുണ്ടാക്കുന്നതിന് പകരം പ്രവാചകരെ ജീവന്റെ ജീവനായി ഇഷ്ടപ്പെടുന്ന ജീവിതത്തിലെ പ്രേമത്തിന്റെ ഏറ്റവും വലിയ പ്രാരംഭഘട്ടം മുതൽ ഈ സമയം വരെ ആ പ്രവാചകന് വേണ്ടി സർവ്വതും സമർപ്പിച്ച ഒരു പുണ്യ പ്രവാചക പ്രേമിയുടെ ജീവനുള്ള ശരീരത്തെ ഞാൻ നിങ്ങൾക്ക് തരാം. ആ ശരീരത്തെ നിങ്ങൾ കൊണ്ടുപോയി ഈജിപ്തിന്റെ മധ്യഭാഗത്ത് വെക്കുക. എന്നിട്ട് ആ ശരീരത്തിന്റെ കൈയും കാലും നിങ്ങൾ വെട്ടുക. എന്നിട്ട് തല നിങ്ങൾ വെട്ടിയിടുക. എന്നിട്ട് ആ ശരീരത്തിന്റെ വയറ് പൊത്തുകുടല് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ ഈജിപ്തിന്റെ കമ്പോളത്തിന്റെ 4 ഭാഗത്തേക്ക് നിങ്ങൾ വലിച്ചെറിയുക. പരാതി പറയാൻ ഈജിപ്തിലെ ഭരണകൂടമോ മുസ്ലിം സഹോദരങ്ങളോ വരില്ല. നിങ്ങൾക്ക് ഞാൻ അനുവാദം തരാമെന്ന് പറയുമ്പോ അവിടെ കൂടിയ ക്രിസ്ത്യൻ സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതിന് തയ്യാറാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എവിടെയെങ്കിലുമുള്ള ആരും അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് കാര്യമില്ല. അത്രത്തോളം വരുന്ന ഒരു പക്ഷേ പ്രവാചകന് പകരം ഇയാളെ കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് ഞങ്ങളുടെ മതത്തിലുള്ളവർ പറയുന്ന തരത്തിൽ അത്രത്തോളം ആവേശമുള്ള ഒരാളെ തരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തിളക്കമുള്ള പ്രവാചക പ്രേമത്തിന്റെ കണ്ണുകൾ തുറന്നിട്ട് ആ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് എന്നെ മതിയോ? ഞാൻ വരാം. എന്റെ പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് കൽപ്പറ്റയുണ്ടാക്കിയതിനെ അവഹേളിക്കുന്നത് എനിക്ക് പൊറുക്കാൻ പറ്റില്ല. അതിനു പകരം നിങ്ങൾക്ക് എന്റെ ശരീരത്തെ ഞാൻ തരാം. നാളെ പ്രഭാതത്തിൽ നിങ്ങൾ ഒരുങ്ങി വരിക. നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത്
ഞാൻ ആവേശത്തോടെ വരാൻ തയ്യാറാണ്. എന്നിട്ട് പരസ്യമായി മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ ക്രിസ്ത്യൻ പ്രതിമയെ അവഹേളിച്ചു എന്നതിന്റെ പേരിൽ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ വെട്ടിയെറിയുന്നു എന്ന പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ട് എന്റെ കൈയും എന്റെ കാലും എന്റെ കഴുത്തുമൊക്കെ നിങ്ങൾ വെട്ടിമാറ്റിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ സഹോദരങ്ങൾ മടങ്ങിപ്പോയി. നാട് മുഴുവനും വാർത്ത പറഞ്ഞു. പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടുന്നു. മുസ്ലിം സഹോദരങ്ങൾ പൊട്ടിക്കരയാ തുടങ്ങി. പാതിരാവിന്റെ യാമത്തിൽ മുസ്ലിം സഹോദരങ്ങൾ പടച്ചവനോട് പറഞ്ഞു, അല്ലാഹ് നിന്റെ പ്രവാചകർ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പടന്നിരുന്ന് പഠിപ്പിച്ചതെന്ന ഞങ്ങളുടെ നേതാവ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നാളെ പ്രഭാതം പൊട്ടിവിടരുമ്പോ ഈജിപ്തിന്റെ തെരുവോരത്ത് രക്തം ചിന്തി ചരിഞ്ഞു വീഴുന്ന ഒരു മൃഗത്തെ പോലെ ഒരു വൃക്ഷത്തെ പോലെ ചരിഞ്ഞു വീഴുന്ന ഒരു മനുഷ്യനായി ജഡമായി മയ്യിത്തായി ജനാസയായി പോകുമ്പോ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല റബ്ബേ. അതുകൊണ്ട് നീ കാക്കണേ പടച്ചവനെ എന്ന് പറഞ്ഞവർ കണ്ണീരോട് ദുആ ചെയ്തു. പ്രഭാതം പൊട്ടിവിടുന്ന ജനങ്ങളെല്ലാം ഈജിപ്തിന്റെ കമ്പോളത്തിന്റെ ഭാഗത്ത് തടിച്ചുകൂടി കുളിച്ചൊരുങ്ങി സ്വലാത്ത് ചൊല്ലി വെള്ള വസ്ത്രം ധരിച്ചു മഹാരാജ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് പോകാനല്ല, കുവൈറ്റിലേക്ക് പോകാനല്ല, ദുബായിലേക്ക് പോകാനല്ല, ഘോഷയാത്രയ്ക്ക് പോകാനല്ല, സന്തോഷത്തിന്റെ സല്ലാപത്തിന്റെ ആഹ്ലാദത്തിന്റെ നയനാനന്ദകരമായ കാഴ്ചകൾ കണ്ട് ദുനിയാവിന്റെ രസക്കൂട്ടുകൾ ചേർത്ത് വെച്ച രംഗത്തേക്ക് ഓടിപ്പോകാനല്ല. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു റസൂലിന് വേണ്ടിയിട്ട് ശരീരം കൊടുത്ത് ഈ ലോകത്തിലുള്ള അല്ലാഹുവിന്റെ ഹബീബിനെ ഏറ്റവും നല്ല പ്രേമം കൊടുത്ത ആളായിട്ട് പടച്ചതമ്പുരാന്റെ മാലാഖമാരെ സാക്ഷി നിർത്തിയിട്ട് ആ വിയോഗം ഏറ്റുവാങ്ങാല. കുളിച്ചൊരുങ്ങി വെള്ള വസ്ത്രം ധരിച്ച സന്തോഷത്തോടെ ഈജിപ്തിന്റെ കമ്പോളത്തിന്റെ മധ്യഭാഗത്ത് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാ. എല്ലാവരും ഒരുമിച്ച് കൂടി. ക്രിസ്ത്യാനികൾ വളരെ സന്തോഷത്തിലാ, മുസ്ലിങ്ങളാകെ സങ്കടത്തിലും നൊമ്പരത്തിലും പ്രയാസത്തിലുമാ. അവർക്ക് ആരെങ്കിലും കാണാൻ എന്ന് പറയുന്ന തലകുനിച്ച് പൊട്ടിക്കിടന്നുകൊണ്ടിരിക്കുകയാ. ആ സമയത്താണ് ചുണക്കുട്ടനായ പതരാത്ത പാദമുള്ള ഇടതാത്ത ശബ്ദമുള്ള വിറയ്ക്കാത്ത കരമുള്ള മൂർച്ചയുള്ള വാള് കയ്യിൽ പിടിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നത്. ഏകദേശം 10 ചുവട്ടടി മുന്നോട്ട് വെച്ചാൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു കരിങ്കല്ലിന്റെ മുകൾ ഭാഗത്ത് കയറ്റി നിർത്തിയിരിക്കുകയാ. അദ്ദേഹത്തിന്റെ ശിരസിന്റെ ഭാഗത്തേക്ക് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയുള്ള വാളുകൊണ്ട് തലവെട്ടിയെടുക്കാൻ പറ്റുന്നതാ. ക്രിസ്ത്യൻ സഹോദരങ്ങൾ കരഘോഷം മുടക്കി ആവേശം കൊടുക്കുന്നു. ഓരോ ചുവട്ടടി മുന്നോട്ട് വെച്ച് വരുമ്പോ മുസ്ലിം സഹോദരങ്ങളുടെ മനസ്സ് പിടക്കാൻ തുടങ്ങി. അല്ലാഹ് നിന്റെ പ്രവാചകനെ ഇത്രത്തോളം പ്രേമിച്ചത് കൊണ്ടല്ലേ അല്ലാഹ്, നിന്റെ മുത്തിനെ ഇത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടല്ലേ അല്ലാഹ്, അതുകൊണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ടവരെ കാക്കണേ എന്ന് പറഞ്ഞു. പക്ഷേ പ്രാർത്ഥനകൾക്ക് ഇനി സമയമില്ല. ഏകദേശം 3-4 ചുവട് കൂടി മുമ്പോട്ട് വെച്ചാൽ ആ ക്രിസ്ത്യൻ സഹോദരന്റെ കരം കൊണ്ട് പതിക്കുന്നത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കരുത്തിലായിരിക്കും. മുസ്ലിം സഹോദരങ്ങൾ സങ്കടത്തോടെ അതിലേറെ നിരാശയോടെ തലകുനിച്ചിരുന്നു. ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പതറാത്ത മനസ്സോടെ തിളങ്ങുന്ന കണ്ണുകളോടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എന്റെ ജീവിതത്തിൽ എന്റെ ഉമ്മയേക്കാൾ, എന്റെ ഉപ്പയേക്കാൾ, എന്റെ കുടുംബത്തെക്കാൾ, എന്റെ ഭൗതികതയുടെ ബന്ധത്തെക്കാൾ, എന്റെ ജീവന്റെ ജീവനേക്കാൾ ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെട്ടത് മദീനയുടെ മലരായ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതുകൊണ്ട് പ്രവാചകരെ അങ്ങേക്ക് 1000 സലാം. അങ്ങയുടെ പേര് പറഞ്ഞുകൊണ്ട്, അങ്ങേക്ക് പ്രേമിച്ചുകൊണ്ട്, അങ്ങയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനിതാ മരണപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞു കൊതിയോടെ മരണം കാത്തിരിക്കുമ്പോ ഏകദേശം ഒരു 3 ചുവട്ടടി കൂടി മുമ്പോട്ട് വെച്ചാൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സറ്റ് പോലെ കബന്ധത്തെ ഈജിപ്തിന്റെ കമ്പോളത്തിൽ തട്ടിയുരുട്ടാൻ കഴിയുന്നതാ. ആ ക്രിസ്ത്യൻ ചെറുപ്പക്കാരൻ മുമ്പിലേക്ക് എത്തുകയാ. മുസ്ലിങ്ങളെല്ലാവരും തലകുനിച്ചിരിക്കുകയാ. അവിടെ വന്ന ക്രിസ്ത്യൻ ചെറുപ്പക്കാരൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാ. ഇനി ഒരു ചുവട് കൂടി മുമ്പോട്ട് വെക്കുക, വലത്തെ കൈയിൽ ഉയർത്തുക, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സ് വെട്ടിയെറിയുക. വേറെ എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനകൾ നിശ്ചലമായി നിശബ്ദമായി സരസുന്ദരംഗം നോക്കിയിരിക്കുമ്പോ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടുമുമ്പിൽ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നിൽക്കുകയാ. അവസാനമായി ഒരിക്കൽ കൂടി ആ ചെറുപ്പക്കാരൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു
റളിയല്ലാഹുവിന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാ. ഇല്ല, ഒരു പതർച്ചയില്ല, ഒരു ഭയമില്ല, പൂർണ്ണമായ സന്തോഷത്തിലാണ്. ഏതോ വലിയ സന്തോഷത്തിന്റെ യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന പോലെ ഒളിച്ചൊരുങ്ങി സുഗന്ധം പുരട്ടി വെള്ളവസ്ത്രം ധരിച്ച് കാത്തിരിക്കുന്ന മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ സുബ്ഹാനല്ലാഹ് വാളങ്ങോട്ട് ഉയർത്തുന്നു. എല്ലാവരും നോക്കി നിൽക്കുന്ന അന്തരീക്ഷത്തിലൂടെ ഒരു വാളുയർന്നു പോവുകയാ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ദൂരേക്ക് വാള് വലിച്ചെറിഞ്ഞിട്ട് രണ്ട് കൈകൊണ്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ വാരി പുറന്നിട്ട് ആ രണ്ട് കവിളത്ത് തുരുതുരെ മുത്തം കൊടുത്തിട്ട് പറയുകയാ, ഇത്രത്തോളം നിങ്ങൾ ആ പ്രവാചകനെ പ്രേമിക്കുന്നെങ്കിൽ എനിക്ക് എന്റെ മതം വേണ്ട, എനിക്ക് ഒരു ആദർശം വേണ്ട. നിങ്ങൾ ജീവൻ പണയപ്പെടുത്തിയിട്ട് ഒരു ഭയപ്പാട് പോലുമില്ലാതെ ആവേശത്തോടുകൂടി മരിക്കാനെങ്കിൽ ആ പ്രവാചകരെ എനിക്ക് കൂടി തരുവോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മുസ്ലിമാവുകയാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ അതുകൊണ്ട് നക്കിയെടുത്ത് കവിളത്ത് മുത്തം കൊടുത്തുകൊണ്ട് ഷഹാദത്ത് കലിമ പറയുമ്പോ ഈജിപ്തിന്റെ കമ്പോളത്തിന്റെ നാലുഭാഗത്ത് തടിച്ചുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സഹോദരങ്ങള്, നൂറുകണക്കിന് ആളുകള് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായെന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈജിപ്തിന്റെ മണ്ണിൽ നടന്ന മനോഹരമായ ചരിത്രത്തെ എന്തിനാണ് കറുകപ്പുത്തൂരിന്റെ പുതുപ്പള്ളിയുടെ മനോഹരമായ സ്ഥലത്തിനാല് പറഞ്ഞതെന്നറിയോ? നമുക്ക് ഈ പ്രേമത്തെ കുറിച്ചറിയില്ല ചെറുപ്പക്കാരോ. ഈ പ്രവാചകനെ പ്രേമിക്കേണ്ടത് എങ്ങനെയും എന്റെ ചെറുപ്പക്കാരാ നമുക്കറിയില്ല, എന്റെ പൊന്നുമോളെ നമുക്കറിയില്ല. മറന്നു പോകാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രിയപ്പെട്ട സഹാബികൾ അവിടെ ചങ്കിനെ കാലിട്ടപ്പെട്ടത് മുത്തറസൂലിനെയാണ്. അവര് ദുനിയാവിലെ സൗഖ്യങ്ങളെ കാലിട്ടപ്പെട്ടത് പ്രവാചകനെയാണ്. അവര് ഭൗതിക ലോകത്തെ സുഖത്തെക്കോ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിന്റെ റസൂലിനെയാണ്. ആ ഒരു പ്രേമത്തിന്റെ ആധിക്യത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്ത് കടന്നു വരുന്നത് വരെ നാം തോറ്റവർ തന്നെയാണ് ചെറുപ്പക്കാരാ, നാം പരാജയത്തിൽ തന്നെയാണ് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ പ്രേമത്തിന് സാക്ഷ്യം വഹിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരുകൊണ്ട് ഈ നഗരിക്ക് നാമകരണം ചെയ്തത് മദീനയാണോ, ഇവിടുത്തെ സെക്രട്ടറിയാണോ, ഇവിടുത്തെ സംഘാടകരാണോ, ആരാണെങ്കിലും ആ മുത്തുനബി തങ്ങളെ കണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം നീ അവർക്ക് കൊടുക്കണയല്ല. അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ, അത്ഭുതമാണ് സഹോദരങ്ങളെ. പ്രേമം മനസ്സിൽ മുട്ടിട്ട് വരുന്ന പ്രായം മുതൽ പ്രവാചകർക്ക് വേണ്ടി ജീവിക്കാൻ, ആ പ്രവാചകന്റെ ആശയാദർശങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ അവിടത്തെ ഒന്ന് കാണാ, മരിക്കുന്നതിന് മുമ്പ് അവിടത്തെ ഒന്ന് കാണാ. ഈ ലോകത്ത് തീപാറുന്ന കണ്ണുകളുമായിട്ട് മീഡിയകൾ, ആൽബങ്ങൾ, സിനിമകൾ, സീരിയലുകൾ, അതിൽ നിന്നൊക്കെ പ്രേമിക്കുന്നവരുടെ ഭാഗം മാത്രം പെട്ടെന്ന് അവൻ മനസ്സിന്റെ അകത്ത് അടർത്തി വെക്കും. എന്നിട്ടവൻ അല്ലെങ്കിൽ അവൾ നിലക്കണ്ണാടിയുടെ മുമ്പിലേക്ക് പോയി നിന്നിട്ട് മുഖം ഇങ്ങനെ നോക്കും. ഗ്ലാമർ കൂടി വരുന്നുണ്ടോ? കൂടും. 12 വയസ്സ് 13 വയസ്സാകുമ്പോൾ സൗന്ദര്യം വരുന്ന സമയമാണ്. അന്ന് വാപ്പായുമ്മായൊക്കെ പറയും, ഇപ്പം മകനൊന്ന് വൃത്തിയായിട്ടുണ്ട്, ഇപ്പം മകള് കുറച്ചുകൂടെ അങ്ങോട്ട് അല്ലെ വളർന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് സ്വന്തം ശരീരത്തിനൊരു സുഗന്ധം, ഒരു സൗഗന്ധികം, ഒരു സൗന്ദര്യം വന്നു തുടങ്ങി എന്ന് തോന്നുന്ന പ്രായം. സ്കൂളിലേക്ക് പോകുമ്പോ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ ഒരു പെൺകുട്ടിയോടുള്ള ഒരു പ്രത്യേകമായ അടുപ്പം ഏകദേശം വൈകാരിക ചിന്തയുള്ള എല്ലാ ചെറുപ്പക്കാരുടെ മനസ്സിലും ഉണ്ടാകും, എല്ലാ പെൺകുട്ടികളുടെ മനസ്സിലും ഉണ്ടാവും. അത് പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. ഇവിടേക്ക് ഇരിക്കുന്ന ഉപ്പുമാരൊക്കെ ചിലപ്പോ അങ്ങനെ ഒരു പ്രേമമൊക്കെ സാക്ഷ്യം വഹിച്ചവരായിരിക്കും. ഉപ്പമാരില്ല, എല്ലാവരും തീർന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിനിടയിലുള്ളൂ. അള്ളാഹു ദീർഘായുസ്സും ഒരു ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ ഈ മഹലിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന കുടുംബത്തിലെ എന്താ മാനംകണ്ടത്തില്ലേ, മാനംകണ്ടത്ത് കുടുംബത്തിലെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാനിപ്പോ വരുമ്പോ കണ്ടിട്ടാ വന്നത്. ചെറുതായിട്ടൊന്ന് കാല് വീഴ്ച നല്ല സുഖമില്ലാതെ കിടക്കാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ മക്കള് പൊന്നുപോലെയാണ് ഉമ്മയെ നോക്കുക. അള്ളാഹു ആ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ആശ്വാസം കൊടുക്കട്ടെ, വേദന മാറ്റി കൊടുക്കട്ടെ. അപ്പോ ആ പ്രായം ചെന്നവരോട് ചോദിച്ചാൽ ചെറിയ പ്രായത്തിലെ കുഞ്ഞു പ്രണയകഥകളും പ്രേമങ്ങളും ഒക്കെ പറഞ്ഞു തരും. അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഉപ്പാപ്പന്മാര് എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്.
ഇന്നത്തെ മക്കൾ 5ാം ക്ലാസ്സിൽ പോയാലും അവർക്ക് ഈ തരികടകളൊക്കെ അറിയാം, 6ലും 7ലും ഒക്കെ അറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരുടെ ഈ രൂപഭാവങ്ങളൊക്കെ അതിലേക്ക് ആവാഹിച്ചെടുക്കും. ലോകത്താരും ചെയ്യാത്ത പലതും നമ്മളറിയാതെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ചെയ്യും. 17 വയസ്സുള്ളവരല്ലേ തൃശൂർ ജില്ലയുടെ കൈപ്പമംഗലത്ത് 35 വയസ്സുള്ള ഒരു പെണ്ണിനെ കൊന്ന് ചെളിക്കുണ്ടിൽ കുടിച്ചു മൂടിയിട്ട് ആരും അറിയാത്ത പോലെ നടന്നുപോയി. ദുർഗന്ധം പുറത്തു വന്നു. പിന്നീട് അവനെ പിടിച്ചു. അറിയണം നിങ്ങൾ, അവന്റെ മാതാപിതാക്കളുടെ മനസ്സിന്റെ അവസ്ഥ ചിന്തിച്ച്, അവന്റെ പിതാവ് അവന്റെ മാതാവിനോട് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും, എന്നെയും നിന്നെയും എന്റെ മകൻ കൊല്ലാത്തത് നമ്മുടെ ഭാഗ്യം. അങ്ങനെയാണ് ഇന്നത്തെ മക്കളുടെ അവസ്ഥ. അങ്ങനെ പ്രേമത്തെയും സ്നേഹത്തെയും വ്യക്തിപരമായ ചില സുഖങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഈ കാലത്ത് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ പ്രേമം മുഴുവനും കൊടുക്കേണ്ടത് ഉമ്മയ്ക്ക് കൊടുക്കുന്ന പ്രേമത്തെക്കാൾ, ഉപ്പാക്ക് കൊടുക്കുന്ന പ്രേമത്തെക്കാൾ, ഭാര്യയ്ക്ക് കൊടുക്കുന്ന പ്രേമത്തെക്കാൾ മുഴുവനും നമ്മൾ കൊടുക്കേണ്ടത് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെയാണ്. ചില ചിന്തകന്മാർ ഇതിനെ വളച്ചൊടിക്കാൻ വേണ്ടി പറഞ്ഞു, സ്നേഹം വേറെയാണ്, ഇഷ്ടം വേറെയാണ്, പ്രേമം വേറെയാണ്. മലയാള സാഹിത്യത്തിൽ പ്രേമം എന്ന് പറഞ്ഞാൽ എല്ലാ സ്നേഹത്തിനും പ്രേമം എന്ന് പറയില്ല, അതൊക്കെ വെറും ആനമണ്ടത്തരമാണ്. എല്ലാ സ്നേഹത്തിനും പ്രേമവും തന്നെ പറയാം. അങ്ങനെ പറഞ്ഞു മക്കളെ ഈ രീതിയിലേക്ക് മാറ്റി പ്രവാചകനോടുള്ള സ്നേഹത്തിന് പ്രേമം എന്നല്ല പറയാ, അതിന് സ്നേഹമെന്നാണ്. മക്കളോടുള്ള, പെൺകുട്ടികളോടുള്ളതിനാണ് പ്രേമമെന്ന് പറയാ എന്നൊക്കെ ചില മണ്ടന്മാര് പറയും. അതിൽ വീണുപോകേണ്ട മുഴുവനും പ്രേമമാണ്. എന്തുകൊണ്ട് നമുക്ക് ആ മുത്തഹബീബിനെ സ്നേഹിച്ചുകൂടാ? പെങ്ങളെ, എന്തെങ്കിലും കുറവെവിടെയുണ്ടോ? അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഈ ലോകത്തിന് അനുഗ്രഹമായിട്ടാണ് മുത്തറസൂലിനെ അല്ലാഹു പറഞ്ഞു വിട്ടതെന്ന് പറയുമ്പോ എന്താണ് അനുഗ്രഹമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വെറുതെ അല്ലാഹുവിന്റെ റസൂൽ റഹ്മത്താണെന്ന് പറഞ്ഞാ പോരാ, എന്താണ് അനുഗ്രഹമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ദുനിയാവിൽ, ഈ ഭൂമിയുടെ പുറത്ത് എത്രയോ പ്രവാചകന്മാര് കടന്നു വന്നിട്ടുണ്ട്. ആദം, ഇദ്രീസ്, നൂഹ്, ഹൂദ്, നബി സ്വാലിഹ്, ഇബ്രാഹിം, സന്തതി, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, ജുണ്ടും മതിമുകളെങ്കും പവിഴം പോലടകിലും അരസനത്തിൽ യൂസുഫവർ, അണികളിൽ വിലസിടും നബി അയ്യൂബവർ, സുലൈമാനും 6 നബിയും, മൂസ, ഹൂദും, യസബിൽ, യാസൂഫ്, യൂനുസുമേ, സക്കരിയ, ദാവൂദും, യഹ്യ, ഈസ, മുഹമ്മദ് നബിയുല്ലാഹ്, താജുൽ അംബിയ സല്ലല്ലാഹു. മഹാനായ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് പ്രബോധനത്തിന്റെ കവാടം തുറന്നുകൊണ്ട് തൗഹീദിന്റെ പതാകവാഹകരായിട്ട് ഒരുപാട് പ്രവാചകന്മാർ ഈ ദുനിയാവിന്റെ തുരുക്കുപുറത്തൂടെ കടന്നു വന്നു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലില്ല, അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഭയാനകരമായ രംഗങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ട് വിരലിലെണ്ണാൻ പറ്റുന്ന ചുരുക്കം ചില ആളുകളാണ് മുസ്ലിമായത്. അവസാനം അവരുടെ ഉപദ്രവം സഹിക്കാനാകാതെ ബുദ്ധിമുട്ട് അസഹ്യമായപ്പോ സഹികെട്ടു പോയപ്പോ നൂഹ് നബി അലൈഹിസ്സലാം പടച്ചവനോട് പറഞ്ഞു, അല്ലാഹ് കഴിയുന്നില്ല റബ്ബേ, ഈ ജനങ്ങൾ എന്നെ കളിയാക്കുകയാണ്, അവരെന്നെ കുറ്റപ്പെടുത്തുകയാണ്, അതുകൊണ്ട് പടച്ചവനെ അവർക്ക് നീ ഒരു പണിഷ്മെന്റ് കൊടുക്കണം എന്ന് നൂഹ് നബി അല്ലാഹുവോട് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ലോകത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഡിസംബർ 26 ഉണ്ടായ സുനാമി കണ്ടിട്ട് മൂക്കത്ത് വിരൽ വെച്ചുപോയ ലോകമേ, അതിന്റെ 100 ഇരട്ടി ശക്തിയോടുകൂടിയാണ് നൂഹ് നബി എന്ന പ്രവാചകന്റെ ദുആ കൊണ്ട് ഈ ഭൂമിയിൽ ഉണ്ടായത്. ലോകം മുഴുവൻ ഒഴുകിപ്പോവുകയാണ്, ആർക്കും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അത് നൂഹ് നബിയുടെ മനസ്സെന്നുള്ള ദുആക്ക് പകരം അല്ലാഹു കൊടുത്തതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ,
ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ലൂത്ത് നബിയുടെ കാലഘട്ടത്തിലാണ് ഡെഡ് എന്ന് പറയുന്ന ചാവുകടൽ ലോകത്തുണ്ടാകുന്നത്. 74 കിലോമീറ്റർ നീളമുള്ള 14 കിലോമീറ്റർ വീതിയുള്ള ഡെഡ് എന്ന് പറയുന്ന ഒരു മനോഹരമായ ചാവുകടലിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തൊരു പുണ്യഭൂമിയായിരുന്നു. അല്ലാഹു പ്രവാചകന്മാരുടെ ജീവിത കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലെ ജനങ്ങള് അല്ലാഹുവിനെ വെറുപ്പുളവാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തപ്പോ ആ രാജ്യത്തെ മുഴുവനും 2 കൈയെടുത്തിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉയർത്തിക്കൊണ്ടുപോയി തല തിരിച്ചിട്ട് ഒരൊറ്റയിടലാ. അവിടെ ഇത്ത മണ്ണുകൾ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളത്തൂറ്റികളെ പോലെയാ. കാല് വെക്കുമ്പോ പഞ്ഞിമണ്ണാണെന്നും അവിടെ ഒരാൾക്ക് വീട് വെച്ച് കിടക്കാൻ കഴിയില്ല. ആ പരിസരത്ത് വരുമ്പോ ജനങ്ങൾ അറിയട്ടെ അല്ലാഹുവിന്റെ മണ്ണാണെന്ന് ജനങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു അങ്ങനെ സംവിധാനിച്ചിരിക്കുന്നത്. ആ സംവിധാനം കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഇബ്രാഹിം നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്, ലൂത്ത് നബിയുണ്ട്. പക്ഷേ അവരെ തടഞ്ഞില്ല. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലല്ലേ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തെ കൊന്നതുൾപ്പെടെയുള്ള ഒരുപാട് പടച്ചതമ്പുരാന്റെ പൊരുത്തക്കേട് നേടിയ ജനങ്ങളെ കദ്ദബത്ത് സമൂദും വആദും ബിൽ ഖാരിആ. ആ ജനതയെ മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദാബ് കൊടുത്തില്ലേ, അദാബ് കൊടുത്തില്ലേ. ഒരൊറ്റ ആഴ്ച കൊണ്ട് 1,00,000 ആളുകളെ കാറ്റിൽ പറത്തി പഞ്ഞുകളെ പോലെ പറഞ്ഞു. കാറ്റ് വന്നിട്ട് 1,00,000 ആളുകളെ കാറ്റിലൂടെ പറത്തിക്കൊണ്ടുപോയി. സഖറഹാ അലൈഹിം 7 ലയാലിൻ വ 8 അയ്യാം. ഇവരൊക്കെ പ്രവാചകന്മാർ അങ്ങോട്ട് ദുആ ചെയ്തിട്ട് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു. സഹിക്കണില്ല നബിയെ, പടച്ചവനെ അവർ ഉപദ്രവിക്കുകയാണ്. ഞാൻ ഇത്രയും ചെയ്തു, ഇത്ര ആളെ കിട്ടി, ഞാൻ നിർത്താൻ എന്നെ കൊണ്ട് പറ്റൂല. അവസാനം അവരുടെ ദുആ സ്വീകരിച്ച് അല്ലാഹു അവർക്ക് അദാബ് കൊടുത്തു. എന്നാൽ മക്കത്തും മദീനത്തും ജനങ്ങളെ നശിപ്പിക്കുന്ന ഒരു മഴ മക്കയിലെ മുത്തറസൂലിന്റെ കാലത്തുണ്ടായിട്ടില്ല. ഒരു ഭൂമി കുലുക്കം നമ്മുടെ മുത്തിന്റെ നാടായ മദീനത്തുണ്ടായിട്ടില്ല. എന്തെല്ലാം ചെയ്തു. അബൂജഹൽ പിന്നാലെ നടന്നിട്ട് പറഞ്ഞു, നിന്റെ അല്ലാഹ് അത്ര വലിയവനാണെങ്കിൽ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അനുയായികളെയൊക്കെ അദാബ് കൊണ്ട് നശിപ്പിച്ചതുപോലെ നീ കൊണ്ടുവാടാ മുഹമ്മദെ ഒരു അദാബ്. പുറകെ നടന്നു പറഞ്ഞു. അബൂജഹലിന് ആ പണിയാ, പൈസ കൊടുത്ത് അടി വാങ്ങുന്ന ജോലിയായിരുന്നു അബൂജഹൽ. പുറകെ നടന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ, പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ റഹ്മത്ത്. അല്ലാഹ് പറഞ്ഞു, വമാ കാനല്ലാഹു ലിയുഅദ്ദിബുഹും വഅന്ത ഫീഹിം നബിയേ. അങ്ങവരിലുള്ളിടത്തോളം കാലം അവരെ ശിക്ഷിക്കാൻ പടച്ചവന് കഴിയൂല. അതാണ് റഹ്മത്ത്, അതാണ് റഹ്മത്ത് പെങ്ങളെ, അതാണ് റഹ്മത്ത് പെങ്ങളെ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തിൽ ശനിയാഴ്ച നിങ്ങൾ മത്സ്യം പിടിക്കാൻ പോവല്ലേ, അന്ന് നിങ്ങൾ നിസ്കരിക്കാൻ വരണമേ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോ ആ ജനങ്ങൾ പറഞ്ഞു, ശനിയാഴ്ചയാണ് കടലിന്റെ അകത്ത് ഏറ്റവും അധികം മത്സ്യമുള്ളത്. അല്ലാഹു ഏത് ദിവസം പോകരുതെന്ന് പറഞ്ഞു? അന്ന് ഏറ്റവും കൂടുതൽ മത്സ്യം കടലിൽ. അപ്പോ ചില മിടുക്കന്മാർ നമുക്കിടയിലുണ്ടല്ലോ, ചില ആളുകൾ, അവരെന്ത് ചെയ്തു? കടലിന്റെ ഭാഗത്ത് വലിയ വലിയ കുഴിയെടുത്തിട്ടു. എന്നിട്ട് ആ കുഴിയിലേക്ക് മത്സ്യം വന്ന് വീടുമ്പോ അവരെടുക്കും. പിന്നീട് നിസ്കാരം കഴിഞ്ഞു വന്നിട്ട് ചില ആളുകൾ പോയില്ല. ഇന്ന് പോകുമ്പോഴുണ്ടാകുന്ന നഷ്ടം വന്നോട്ടെ എന്ന് പറഞ്ഞ് മത്സ്യബന്ധനത്തിന് നിന്നു. അവരെല്ലാവരും കാനൂ ഖറദത്തിൻ ഖാസിഈൻ, കുരങ്ങുകളായി മാറി എന്ന ചരിത്രം. നമ്മുടെ കച്ചവടം നടത്തുന്ന സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കച്ചവടം നടത്തുന്ന ഷോപ്പിൽ ഏറ്റവും അധികം കച്ചവടം നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസമായിരിക്കും, ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ഖുതുബയുടെ സമയത്ത് ഷട്ടർ ഇടാൻ പോകുമ്പോ രണ്ട് ജ്യൂസ് തരും. തരാം മക്കളെ, ഇപ്പൊ തരാം, ഖുതുബ തുടങ്ങി പോകണം, ജ്യൂസ് അടിച്ചു കൊടുക്കുക. അതങ്ങോട്ട് കുടിച്ചിരുമ്പോ എന്ന് പറയും, ഏത്തനെന്താ വില? മോനെ ഇങ്ങനെ ജുമുഅ കഴിയുന്നതുവരെ, അല്ലെങ്കിൽ ജുമുഅയുടെ നമസ്കാരത്തിന് ഇമാമ് കൈ കെട്ടുമ്പോ ഫ്ലൈറ്റിൽ നിന്ന് വന്ന് വീണ പോലെ പള്ളിക്കകത്ത് ഒറ്റ വീണൽ അപ്പോഴെങ്ങ് പോവാ, എവിടെന്നെങ്കിലും വന്ന് വീണോളൂ. പിന്നെ ഇവർക്കൊക്കെ പള്ളികളിൽ ഒരു പ്രത്യേക സ്ഥലം മാറ്റി വെച്ചിരിക്കും. കാരണം എന്താണെന്നറിയോ? ഇവരൊക്കെ അവിടുത്തെ ഡെപ്യൂട്ടി കോൺസർ മക്കളാണ്. പള്ളി ഉണ്ടാക്കിയത്, പള്ളിയുടെ സർവ്വകാര്യങ്ങളും നോക്കിയത്. അതുകൊണ്ട് അവർമാർക്കൊക്കെ 1:30 മണിക്ക് വന്നാലും പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് ഉണ്ടാവും. അവിടെ ആരെങ്കിലും ഇരുന്നാൽ കമ്മിറ്റി കൂടി അവരെ പുറത്താക്കും.
ഏത് മഹലിലും അങ്ങനെ തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പള്ളിയുടെ ഒരു സ്ഥലം ഒരുത്തനും എഴുതി കൊടുക്കാൻ പാടില്ല. ഇവിടെ നമ്മുടെ പള്ളിയിൽ 14 സെന്റ് സ്ഥലം നമ്മൾ വാങ്ങുന്നു. ഒരു സെന്റിന് 1.5 ലക്ഷം രൂപ. നിങ്ങളിൽ ഒരാൾ 50,000 രൂപ കൊടുക്കുമ്പോൾ ഒരു സെന്റിന്റെ 1/3 ഭാഗം നിങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ അടുത്ത് എത്തുകയാണ്. അത് ദുനിയാവിൽ ഒരു മനുഷ്യനും ഇനി അതിൽ അവകാശമില്ല, അല്ലാഹുവിനല്ലാതെ. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ വാങ്ങിക്കൊടുക്കുക. പ്രസിഡന്റ് ആരാവട്ടെ, സെക്രട്ടറി ആരോ ആവട്ടെ, മുത്തവല്ലി ആരോ ആവട്ടെ, ഖത്തീബ് ആരോ ആവട്ടെ, എന്തും നടക്കട്ടെ, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നതാണ്. അതിന്റെ അവകാശം ഇനി അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ തന്നെ ഇരിക്കണം, ഇവിടെ നിങ്ങൾ തന്നെ ഇരിക്കണം എന്നൊന്നും പള്ളിക്കകത്തൊന്നും പ്രത്യേകിച്ച് ഒരു സ്ഥലം അടയാളപ്പെടുത്തി ഇടാനേ പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അപ്പോ അങ്ങനെയൊക്കെ അല്ലാഹുവിന്റെ പൊരുത്തക്കേട് വാങ്ങിയവരെ കോലം മറിച്ചപ്പോ ആരംഭ റസൂൽ പടച്ചവനോട് ദുആ ചെയ്തതാണ്, എന്റെ ഉമ്മത്തിനെ എങ്ങനെ മറിക്കല്ലേ അല്ലാ, എന്റെ ഉമ്മത്തിനെ കോലം മറിക്കല്ലേ അല്ലാ. പട്ടിയായി, പന്നിയായി, കുരങ്ങായിട്ട് ദുനിയാവില് ഇബാദത്തില്ലാതെ, സ്നേഹമില്ലാതെ, ഈമാനില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങളുടെ കോലത്തിലൂടെ ഉമ്മത്തിനെ മാറ്റല്ലേ അല്ലാ. ആ മുത്തുനബി തങ്ങളുടെ പ്രാർത്ഥന റഹ്മത്തല്ലേ പ്രിയപ്പെട്ടവരെ. അല്ലായിരുന്നെങ്കില് കറുകപ്പുത്തൂരും പുതുപ്പള്ളിയിലും പട്ടാമ്പിയിലും ചെറുപ്പളശ്ശേരിയിലും ചെരിപ്പൂരും ഒക്കെ എത്രയോ കുരങ്ങന്മാരും പന്നികളും പട്ടികളും നായകളും പുലികളും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ആ കോലം മറിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ കൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റിയതെങ്കിലും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അത് മനസ്സിലാക്കിയിട്ടാണ് മദീന ഒരുങ്ങിയത്. അത് മനസ്സിലാക്കിയിട്ടാണ് ജനങ്ങൾ മക്കത്ത് നിന്ന് സർവ്വതും വിട്ടുപോയത്. എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് മുത്തുനബി തങ്ങളുടെ കൂടെ മദീനത്ത് പോയാ മതി. റഹ്മത്ത് മദീനത്ത് പോവുകയാ, അല്ലാഹുവിന്റെ റഹ്മത്ത് മദീനത്ത് പോവുകയാ. ഇനി എനിക്ക് മക്കത്തെ സ്വത്ത് വേണ്ട, മക്കത്തെ പൊന്ന് വേണ്ട എന്ന് പറഞ്ഞോടുമ്പോ മദീനയിലാണെങ്കിലോ ഉത്സവമായും പ്രിയപ്പെട്ടവര് മരത്തിന്റെ മുകൾ ഭാഗത്ത് കയറിയിരുന്നു കൊണ്ട് മദീനയുടെ കുഞ്ഞുമക്കൾ നോക്കുകയാണ്. ഉപ്പമാരും ഉമ്മമാര് താഴെ നിന്നുകൊണ്ട് ചോദിക്കുന്നു, മക്കളെ നോക്കടാ, ദൂരത്ത് നിന്ന് മുത്ത് റസൂല് വരുന്നുണ്ടോ, നോക്ക മക്കളെ. ഒടുവിൽ ആ മുത്ത് റസൂല് കടന്നു വരുന്ന പ്രകാശം കണ്ടപ്പോ മദീനയുടെ മരത്തിന്റെ മുകൾ ഭാഗത്തിരുന്ന ഒരു പാടിയതാണ്. ഇന്ന് നമ്മുടെ ബുറുദകളില്, ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുമ്പില്, ഇന്ന് നമ്മുടെ സലാത്ത് വേളകളില് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചൊല്ലുന്നത് ചരിത്രം പറയുന്നത്. പറയുന്നു, എനിക്ക് മുകളിലൂടെ നടക്കാൻ പേടിയായിരുന്നു, എനിക്ക് മുകളിലൂടെ നടക്കാൻ പേടിയായിരുന്നു. കാരണം എന്റെ താഴെ അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ. ഇതാണ് പ്രേമം ചെറുപ്പക്കാരാ. കാമുകിക്ക് കത്ത് കൊടുക്കുന്ന പ്രേമമല്ല, പെണ്ണേ നിന്നോടുള്ള സ്നേഹം ആകാശത്തെക്കാൾ വിശാലമാണ്. അതുകൊണ്ട് ഷാജഹാൻ മുംതാസിന് താജ്മഹൽ വെച്ചതുപോലെ നിനക്ക് കറുകപ്പുത്തൂര് പുതുപ്പള്ളിയിൽ ഞാൻ മനോഹരമായ കൊട്ടാരം നിർമ്മിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് പണത്തിന്റെ നോട്ടുകെട്ടുകളുടെ തൗഹീദയുടെ അതിപ്രസരത്തിന്റെ ആഡംബരത്തിന്റെ സുഖമല്ല കൊണ്ട് അബൂ സുഫിയാൻ അകത്ത് കിടന്നു. അബൂ സുഫിയാൻ അതിന്റെ അകത്ത് മുഴുവനും നോക്കുകയാണ്, എവിടെയെങ്കിലും ഒന്നിരിക്കാനിടമുണ്ടോ, എവിടെയെങ്കിലും ഒന്നിരിക്കാനിടമുണ്ടോ. നോക്കി ഇരിക്കുമ്പോ മനോഹരമായ ഒരു സ്ഥലം കാണുന്നുണ്ട്. കുറച്ച് പഴഞ്ചനാണ്, കീറിയതാണ്. ആ വീട്ടിലുള്ള സ്ഥലമാണ്. ചെറിയ ഒരു ഇരിപ്പിടം കാണുന്നുണ്ട്. അവിടെ പോയിട്ട് അബൂ സുഫിയാൻ ഇരിക്കാൻ പോകുമ്പോ അകത്ത് നിന്ന് പൊട്ടിക്കരന്നുകൊണ്ട് ഓടി വരുന്നു ഉമ്മു ഹബീബ. എന്റെ വാപ്പാ, എന്റെ വാപ്പാ, നിങ്ങളതിരിക്കല്ലേ, നിങ്ങളതിരിക്കല്ലേ. അബൂ സുഫിയാൻ ചോദിച്ചു, എന്തേ പെണ്ണേ, എന്തേ എന്നെ ഇരിക്കരുതെന്ന് പറഞ്ഞത്? അതിലിരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല, അതിലിരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. വാപ്പ പറയുന്ന, പൊന്നുമോളെ, ഇത് 4 ദിർഹം പോലും വില വരാത്ത ഒരു തുണിക്കഷണമാണ്. 4000 ദിർഹമിന്റെ സ്വർണ്ണ വിരിപ്പിലിരിക്കാൻ എനിക്ക് കഴിയും പെണ്ണേ, നിനക്കറിയില്ലേ എന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി. ആ സമയത്ത് ഉമ്മു ഹബീബ പറയുന്നപ്പാ, നിങ്ങൾ 4000 അല്ല 400 കോടി രൂപയുടെ വസ്ത്രത്തിൽ നിങ്ങൾ ഇരിക്കും, നിങ്ങൾ കിടക്കും, നിങ്ങൾ ധരിക്കും. പക്ഷേ ഇതിലിരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല, ഇതിലിരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. അതാ മഖദു റസൂലുള്ളാഹ്.
ഇതെന്റെ മുത്ത് റസൂൽ ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ എന്റെ മുത്തിനല്ലാതെ എന്റെ മുത്തു തന്നെയല്ലാതെ വേറെ ആക്കിയിരിക്കാൻ ഞാൻ അനുവാദം കൊടുക്കൂല. എന്റെ ഹബീബ് ഇരിക്കുന്ന സ്ഥലമാണ്. എന്റെ പൊന്നുമോളെ, ആ ഹബീബ് ഇരിക്കേണ്ട സ്ഥലമാണ് ഇവിടെ. ആ ഹബീബ് ഇരിക്കേണ്ട സ്ഥലമാണ് ഇവിടെ. ഇവിടെ ആരൊക്കെ ഇരിക്കുന്നു പെങ്ങളെ? ഇവിടെ ആരൊക്കെ ഇരിക്കുന്നു പൊന്നുമോളെ? സീരിയൽ നടിയില്ലേ? സിനിമാ നടിയില്ലേ? സിനിമാ താരങ്ങളില്ലേ? അല്ലാഹുവേ, ഇവിടെ ആരൊക്കെ ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെ? ആരൊക്കെയാണ് ചിന്തിക്കുക. ഇപ്പോ 2 ദിവസം മുമ്പ് പിന്നെ തിരുവനന്തപുരം ജില്ലയുടെ കഴിക്കൂട്ടത്ത് വനിതാ ഫിലിം അവാർഡ് നടന്നു. സിനിമാ നടികൾ അവാർഡ് കിട്ടിയവര്, കിട്ടാൻ സാധ്യതയുള്ളവര്, സംവിധായകരെല്ലാവരും വന്നു. കുറെ മുസ്ലിം ചെറുപ്പക്കാരും ഹിന്ദു ചെറുപ്പക്കാരും എല്ലാവരും ഒക്കെ അത് കാണാൻ പോയി. അതിന്റെ പിറ്റേന്ന് പ്രഭാതത്തിലാണ് ബാംഗ്ലൂരിലേക്ക് ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ഇവിടെ നിന്ന് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് നിങ്ങളോട് പറയുന്നത് എന്റെ ചെലവിൽ തന്നെയാണ് ടിക്കറ്റ് എടുത്തത്, സംഘാടകരല്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് അതിൽ പോകേണ്ടി വന്ന ഒരു നിർബന്ധ സാഹചര്യം. എല്ലാ പ്രാവശ്യവും അങ്ങനെയല്ല പോവാ. അങ്ങനെ ഒരു നിർബന്ധ സാഹചര്യം വന്നപ്പോ അങ്ങനെ പോയി. തിരുവനന്തപുരം എയർപോർട്ടിൽ ചെല്ലുമ്പോ ഈ പുതിയ ഫിലിമിലെ ചില സിനിമാ നടികൾ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ നല്ല നിസ്കാരത്തഴമുള്ള, നല്ല കൊച്ചു താടിയുള്ള ഒരു ദീനീ പ്രവർത്തകനായ സഹോദരൻ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പുത്തൻവാദി ആവാൻ സാധ്യതയുണ്ട്. കണ്ടാൽ ഒരു അതിന്റെ ലുക്കൊക്കെ ഉണ്ട്. അവർക്കൊരു പ്രത്യേക കോലം ഉണ്ടല്ലോ. ആ കോലമൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു നല്ല ദീനീപരമായ വസ്ത്രമൊക്കെ ധരിച്ച് 2 കുഞ്ഞുങ്ങളുണ്ട് ഇങ്ങനെ ഇരിക്കണം. ഈ ഒരു അറിയപ്പെട്ട പുതിയ ഫിലിം സ്റ്റാർ ആയ സിനിമാ നടിയാണ്. അങ്ങോട്ട് പോകുമ്പോ ഈ പെണ്ണ് ഇയാളെ നിർബന്ധിക്കാണ്, ഇക്ക ഒന്ന് പോയി പരിചയപ്പെടാൻ. സഹിക്കാൻ പറ്റുന്നില്ല. അവളിങ്ങനെ കിടന്നവണ് കുലുങ്ങി മറിയാണ്. അപ്പൊ ഞാൻ അവിടെ ഒരു ചെറിയ പത്രമൊക്കെ വായിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോ ഇയാള് എന്നെ നോക്കിയിട്ട് അന്നേരം അവിടെ ഇരിക്കുകയും ചെയ്യും. എഴുന്നേറ്റ് ഒരു സെൽഫി എടുക്കാനും പറ്റണില്ല. ആകെ കുടുങ്ങിങ്ങനെ പ്രശ്നമായിട്ടിരിക്കുക. ലാസ്റ്റ് ഗതി കെട്ട് ഇവർ പോയി പരിചയപ്പെട്ടു. ആ സിനിമാ നടി ഒരു സാധാരണ പെണ്ണിനെ പോലെ തന്നെ എല്ലാവരുടെയും ഇടപെട്ടു. അവരെല്ലാരും നിർത്തിയിട്ട് കാക്കാക്ക് സന്തോഷമായി, ഹജ്ജുമാക്ക് റാഹത്തായി. ഇനി മക്കയിലും പോണ്ട, മദീനത്തും പോണ്ട, എല്ലാം തികഞ്ഞു. ഡയറക്റ്റ് സ്വർഗത്തിൽ. അന്ന് മരിച്ച അപ്പം തന്നെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ നിങ്ങളിപ്പോ ഇരുന്ന് ചിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് തന്നെ നടക്കും. കൽബിൽ പതിഞ്ഞാ പിന്നെ നമ്മുടെ കൽബിൽ നിന്ന് മാറും. അല്ലെങ്കിൽ നമ്മളൊക്കെ പോകും. ഒരവസരം കിട്ടിയ മുത്തുനബിയെ, അല്ലാഹുവിനെ, പള്ളിയെ, ദീനിനെ ഒക്കെ മാറ്റും. അല്ലാഹു കാക്കട്ടെ. ഒരവസരം കിട്ടിയാൽ നമ്മളത് ചെയ്യും. അല്ലാത്ത രീതിയിൽ ഞാൻ അങ്ങനെ എന്ത് സംഭവിച്ചാലും കുലുങ്ങൂല. സ്നേഹമെന്ന് പറഞ്ഞാൽ പ്രേമിക്കുന്നവർക്ക് വേണ്ടി മരിക്കുക. അതാണല്ലോ പ്രേമം. അത് ദുനിയാവിലെ പ്രേമത്തിന് മാത്രമാണോ ചെറുപ്പക്കാരാ? കല്യാണം നടത്തി തരില്ല എന്ന് വാപ്പ പറയുമ്പോ കാമുകി ബ്ലൈഡ് എടുത്തിട്ട് ഞരമ്പ് മുറിക്കുകയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഏവനെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഒരു ബേജാറും വേദനയും ജീവിതത്തിൽ ഇന്നു വരെ ഒരു പെണ്ണിനും ആണിനുണ്ടായിട്ടുണ്ടോ? കല്യാണം നടത്തി തരൂല എന്ന് പറയുമ്പോ ചുരിദാറിന്റെ സാള് കൊണ്ട് കഴുത്തിലിരിക്കുന്ന ആത്മഹത്യക്ക് ഒരുങ്ങുന്ന ആണും പെണ്ണും അതിനുവേണ്ടി മരിക്കാൻ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നു. 7-ാം കടലിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ കൊണ്ടുപോകും പാത്തുമ്മാന്നാണ് പാട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ വരെ വരേണ്ടി വന്നാലും നിന്നോടുള്ള പ്രേമത്തിന്റെ ആധിക്യം എന്നെ അവിടെ എത്തിക്കും, നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും എന്നാണ്. അല്ലേ? അങ്ങനെ ഒരു പുതിയ മോഡലായിട്ട് ആ പ്രേമം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവർക്ക് താജ്മഹൽ കെട്ടിത്തരാമെന്നല്ല, എന്നെ പ്രേമിക്കുന്നവർക്ക് പണം വാരിക്കോരി തരാമെന്നല്ല, എനിക്ക് വേണ്ടി ജീവൻ തന്ന്, എനിക്ക് വേണ്ടി സ്നേഹം തന്ന്, എനിക്ക് വേണ്ടി സമ്പത്ത് തന്നവരെ നിങ്ങൾ എന്നോടൊപ്പമാണ് സ്വർഗത്തിലെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അങ്ങനെ സ്വർഗത്തിൽ പോകുന്നവർക്ക് ഒരടയാളമുണ്ട് പ്രിയപ്പെട്ടവരെ. അവർ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ ചില മയ്യത്തുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല 2 വയസ്സുള്ള കുഞ്ഞ് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന പോലെയാണ്. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ മയ്യത്തിന്റെ ആ ജനാസയുടെ മുഖം പുറത്തു വന്നിരുന്ന ഞങ്ങൾക്കറിയില്ല. എന്നാലും അൽഹംദുലില്ലാഹ്
ആ മുഖം കണ്ടവരൊക്കെ പറഞ്ഞു, ആ മുഖം ഫോട്ടോയിലൂടെ കണ്ടവരൊക്കെ പറഞ്ഞു, ആ ഉസ്താദിനെ ഏതോ പത്രമാധ്യമക്കാര് വന്ന് ക്യാമറയിൽ എടുത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാ. എന്നാലും അത് സോഷ്യൽ മീഡിയയിലൂടെ ഉസ്താദിന്റെ ഫോട്ടോ രംഗത്ത് വന്നപ്പോ എല്ലാ ഉസ്താദുമാരും പറഞ്ഞത് പുറത്ത് കാണിക്കാതെ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയോ ആ ഫോട്ടോ വൈറലായി. കാണുന്നവരൊക്കെ ചിന്തിക്കുകയാണ്, ആരാണ് ഉസ്താദിന് മേക്കപ്പ് ഇട്ട് കൊടുത്തത്, ആരാണ് ഉസ്താദിന്റെ ചുണ്ട് ചുമപ്പിച്ചു കൊടുത്തത്, ആരാണ് ആ സമയത്ത് ചിരിക്കുന്ന പോലെ ഉസ്താദിന്റെ മുഖമാക്കി മാറ്റിയത്, ആരാന്നറിയോ? ബ്യൂട്ടി പാർലറിൽ ചെന്നിട്ട് മിനുക്കിയതല്ല, ദാറുൽ ഹുദാന മുത്തഅല്ലിമീങ്ങൾ ചെയ്തതല്ല, സമസ്തയുടെ പ്രവർത്തകര് ഞങ്ങളുടെ ഉസ്താദിന്റെ മുഖം വെളിച്ചത്തിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്തതല്ല. ലോകത്തുള്ള മോമിനീങ്ങൾ, അല്ലാഹുവിന്റെ പൊരുത്തം നേടുന്ന സ്വർഗം നേടുന്ന മോമിനീങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമെന്താ? അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമെന്താ? അവന്റെ മുത്തിന് വിധങ്ങളെ കാണിച്ചു കൊടുക്കലാണ്, അവന്റെ മുത്ത് റസൂലിനെ കാണിച്ചു കൊടുക്കലാണ്. അല്ലാഹുവേ, പഠിച്ചവരെ, ഞങ്ങളിൽ പ്രസംഗിക്കുന്നത്, ഈ മക്കളെ കെട്ടിക്കുന്നത്, പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ആ ഒരു വലിയ സൗഭാഗ്യം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. റബ്ബേ, ഇതിനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് തരണേ അല്ലാഹ്. ഇന്നലെ മഹാനായ ഇജാബത്തുള്ള ചെമ്പിലങ്ങാട് ഉസ്താദ് ഉറുമ്പിനെ പോലും നോവിക്കാതെ നടന്നു പോകുന്ന മലബാറിന്റെ മഹാനാണ്. ആ ബഹുമാനപ്പെട്ടവർ ദുആക്ക് നേതൃത്വം കൊടുത്ത, സ്വലാത്തിന് നേതൃത്വം കൊടുത്ത സദസ്സാണ്. അൽഹംദുലില്ലാഹ്, നാളെ ബഹുമാനപ്പെട്ട പാണക്കാട് ഞങ്ങൾ വന്ന് സന്തോഷത്തോടെ നിക്കാഹ് നടത്തി കൊടുക്കുന്ന സദസ്സാണ്. എല്ലാം കൊണ്ടും പടച്ചവനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. നാദാ, എന്ത് കിട്ടിയാലും മരിക്കുന്ന സമയത്ത് നിനക്ക് മതിയാവൂലോ? അസ്റായിലിന്റെ തീപോറുന്ന കണ്ണുകൾക്ക് പകരമല്ലോ നരകത്തിന്റെ കാഴ്ചകൾ മാറ്റിവെച്ചിട്ടല്ലോ നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാന സമയത്ത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ അല്ലാഹു. ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അങ്ങനെ നിയ്യത്ത് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ പള്ളിയിൽ വസ്തു വാങ്ങുന്ന ചെലവിലേക്ക് ഇന്നത്തെ നിങ്ങളുടെ ആദ്യത്തെ സ്വതക്ക അങ്ങനെ നിയ്യത്ത് ചെയ്തിട്ടായിരിക്കണം. ഒരു സ്വതക്ക ചെയ്യുമ്പോൾ അതിനൊരു പക്വതയുള്ള ഒരു തീരുമാനവും നിയ്യത്തും വേണം. ഇതല്ലാതെ ഇന്നത്തെ മജ്‌ലിസിൽ ഈ നാട്ടിൽ ഇതിനപ്പുറം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനപ്പുറം ഒരു നിയ്യത്തില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ വോളണ്ടിയേഴ്സ് അൽഹംദുലില്ലാഹ് ബക്കറ്റ് കൊണ്ടുവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, നമ്മുടെ ഈ പ്രിയപ്പെട്ട മദനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ പ്രിയപ്പെട്ട മഹല്ല് കമ്മിറ്റി, ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രവർത്തകർ ചെയ്യുന്ന ഈ പുണ്യ അമൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിന്റെ അവസാനം അൽഹംദുലില്ലാഹ് പനിനീർ പൂക്കൾ തോറ്റുപോകുന്ന മനോഹരമായ ചുമപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ആ പുണ്യ പൂമേനിയുടെ പൂമുഖത്തെ ഒന്ന് കാണാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരുടെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുചെല്ല, പൂർണ്ണമായും നല്ല മനസ്സോടെ ആ നിയ്യത്ത് മനസ്സിൽ വെച്ചിട്ട് അൽഹംദുലില്ലാഹ് ചെയ്തു കൊടുക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ, പടച്ചവനെ നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ഈ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹുവേ, ഈ സ്വതക്ക ചെയ്യുന്നവർക്ക് നാഥാ ആ മുത്തുതങ്ങളെ കണ്ട് വഫാത്താകാൻ മരിക്കാനുള്ള ഭാഗ്യം നീ കൊടുക്കണേ അല്ലാഹ്. ഇതിനടുത്തല്ലേ വരവൂര് മഖാം ഉസ്താദൊക്കെ നിരന്തരം പോകുന്ന സ്ഥലമാണ്, ആണ്ടിനും അല്ലാതെ. ആ പരിശുദ്ധ വരവൂര് മഖാമിന്റെ ആണ്ട് ഏപ്രിൽ മാസം അവസാനം നടക്കുന്നു. ആ വരവൂര് മഖാമിന്റെ തൊട്ടടുത്ത് മഖാമിനോട് ചേർന്ന് ബഹുമാനപ്പെട്ട ഹസൻ ഹാജി എന്നറിയപ്പെടുന്ന ഒരു വലിയ വിലായത്തിന്റെ പദവിയിലേക്ക് വല്യപ്പ തന്നെ നടത്തിച്ചു പോയ ഒരു മഹാനുഭാവൻ കിടന്നിറങ്ങുന്നുണ്ട്. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് എങ്ങനെയാ? മരിക്കുന്ന സമയത്ത് ചുറ്റും ഇരുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ബുറുദ ചൊല്ലാൻ പറഞ്ഞു. ബുറുദ ചൊല്ലാൻ പറഞ്ഞു. ബുറുദ കേട്ട് 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 യാ റബ്ബി ബിൽ മുസ്തഫ എന്ന ഭാഗം എത്തുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചൊല്ലാൻ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞു നല്ല ശബ്ദത്തിൽ പറഞ്ഞു പ്രകാശമുള്ള മുഖത്തോടെ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു. ആ സമയത്ത് അത് കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. അത്ര കറകളഞ്ഞ ഈമാനുള്ളവർക്ക് ലഭിക്കുള്ളൂ. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. അതിനാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത്, ഔലിയാക്കളെ പ്രേമിക്കുന്നത് എന്തിനാ, ആരിഫീകളെ ഇഷ്ടപ്പെടുന്നത് എന്തിനാ? അതിലൂടെ ആ പ്രേമത്തിലൂടെ മുത്തുനബി തങ്ങളുടെ ആവാഹിച്ചെടുക്കുന്ന വലിയ പ്രേമം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഉസ്താദുമാരുടെ മതം പറയുന്നതും പാടുന്നതും കൊണ്ടു നടക്കുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ട്. ഇവിടെ ഒരു ബഹുമാനപ്പെട്ട ജബ്ബാർ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന ഒരു സഹോദരൻ ഈ നാടിന്റെ എന്നല്ല പല സ്ഥലങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവൻ ഇവിടെയാണ് അദ്ദേഹത്തിന്റെ വീട്. ജീവൻ കൊടുത്ത് പ്രവർത്തിച്ച ആളാണ്. ഒരാൾക്കും എതിരഭിപ്രായമില്ല. ഷംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ, സീനുൽ ഉലമ എന്ന് പറഞ്ഞാൽ മരണപ്പെടും അദ്ദേഹം. ആ രീതിയിലുള്ള സ്നേഹവും പ്രേമവുമായിരുന്നു അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. അദ്ദേഹത്തിന് കിട്ടുന്ന ഭാഗ്യം എത്രയോ മജ്ലിസുകൾ. ഇന്നിപ്പോ ഞാൻ ഇവിടെ ദുആ ചെയ്തതുപോലെ ഇന്നലേക്ക് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇരുമ്പകശ്ശേരി തങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ സദസ്സിലൊക്കെ അവർക്ക് ദുആ ചെയ്തു. എവിടെയൊക്കെ പറഞ്ഞോ അവിടെയൊക്കെ ദുആ ചെയ്തു. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമസ്തക്ക് വേണ്ടി അഹോരാത്രം ആ സഹോദരൻ ലോകത്തിരുന്ന് ഇവിടെ പറയുമ്പോൾ ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നല്ല കറകളഞ്ഞ ഈമാനുള്ള മുത്തഖീങ്ങൾ, മുഖ്ലിസീങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹു നമുക്കും അങ്ങനെ ഒരുപാട് ആളുകൾ നല്ല തഖ്വയോടെ ദുആ ചെയ്യുന്ന ഒരു മയ്യിത്താകാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഫമാ ഫറഹന ബഅദൽ ഇസ്ലാമി ഫറഹൻ, മുസ്ലിം ആയതിനു ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പോലെ ഒരു വാക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാ. മുസ്ലിം ആയതിനു ശേഷം എന്റെ ജീവിതത്തിൽ അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ട വേറൊരു വാക്കില്ല. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫഇന്നക മഅമൻ അഹ്ബബ്ത. അനസേ, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ് അല്ലാഹുവിന്റെ കോടതിയിൽ. നീ ആരെയാണോ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ് പടച്ചവന്റെ മുന്നിലും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കുണ്ടല്ലോ. ആ വാക്ക് അൽഹംദുലില്ലാഹ് മുസ്ലിമാതിനു ശേഷം നബി തങ്ങൾ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന വാക്കാണ്. കാരണം എന്താണ്? ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുകയാണ്. ഫഅർജു അൻ നകൂന മഅഹും വഇല്ലം അമൽ ബിഅമാലിഹി. ഞാൻ അവരോടൊപ്പം സ്വർഗ്ഗത്തിലെത്താൻ കൊതിക്കുന്നവരാണ്. ഞാൻ അവരോടൊപ്പം അല്ലാഹുവിന്റെ കോടതിയിലെത്താൻ കൊതിക്കുന്നവരാണ്. ഫഇല്ലം അമൽ ബിഅമാലിഹിം, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ പോയില്ലാരെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവർ ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്. അല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊടുത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമേതാ? നബി തങ്ങളോടൊത്ത് മക്കത്തിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയല്ലേ. കുറെ നേരം മുമ്പിലൂടെ നടക്കും, അത് കഴിഞ്ഞ് കുറെ സമയം പുറകിലൂടെ നടക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കറെ നീ എന്തായി കാണിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിറകണ്ണുകളോട് പറയുന്നു, നബിയേ, ചിലപ്പോൾ മുമ്പിൽ നിന്നാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ വരുന്നതെങ്കിലോ, ചിലപ്പോൾ പുറകിൽ നിന്നാണ് വരുന്നതെങ്കിലോ ആശങ്കയാണ് നബിയേ, മനസ്സിന്റെ കത്ത് പേടിയാ നബിയേ. അതുകൊണ്ടാണ് മുമ്പിലും പുറകിലുമായിട്ട് ഞാൻ ഇങ്ങനെ മാറി മാറി നടക്കുന്നത്. റസൂൽ ചോദിച്ചപ്പോ പറഞ്ഞു, നബിയേ, ഇസ്ലാമിന്റെ ശത്രുക്കൾ പുറകിൽ വരുമോ എന്ന് പേടിച്ച് മുമ്പിൽ നിന്ന് പുറകിലേക്ക് ചാടും, മുമ്പിൽ വന്നാലോ എന്ന് പേടിച്ച് മുമ്പിൽ പുറകിൽ നിന്ന് മുമ്പിലേക്ക് ചാടും. അവസാനം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നിന്ന് പൊട്ടിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തിലേക്ക് കല്ലും മുള്ളും ചവിട്ടി റസൂല് നടന്നു നീങ്ങാൻ കഴിയാതെ നിന്നപ്പോ എന്റെ കൈ നീട്ടിയിട്ട് പറയുന്നു, യാ ഹബീബല്ലാഹ്, എന്റെ ശരീരത്തിലേക്ക് ഞാൻ അങ്ങ് എടുക്കട്ടെയോ റസൂലേ. ഈ ഒരു ഭാഗ്യം കിട്ടിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇല്ല അമൽ ബി അഅമാലിഹിം, അവരൊന്നും ചെയ്തതുപോലെ ഞാൻ ചെയ്തില്ലെങ്കിലും അവരെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. നമുക്കും ഇഷ്ടപ്പെട്ടുകൂടെ? അവരൊന്നും ചെയ്തതുപോലെ ചെയ്യാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. എന്നാലും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ശരീരവും ജീവനും ജീവിതവും കൊടുത്തതുപോലെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാലും അവരെ ഞങ്ങൾ ഇഷ്ടപ്പെടുകയാ, അവരെ നമ്മൾ കൊടുത്തതുപോലെ കൊടുക്കാൻ നമുക്ക് പറ്റുമോ? എന്നാൽ
എന്നാലും അവരെ പോലെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക. എന്നാൽ അല്ലാഹു നമുക്ക് തരുന്നത് വലിയ ഭാഗ്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ ഖബറിന്റെ അകത്ത് 2 ദിവസം കഴിയുമ്പോ കണ്ണിന്റെ ഭാഗത്ത് ഹോള് വരാൻ തുടങ്ങുകയാ. ആ കണ്ണ് പുറത്തേക്ക് വരികയാ. കൺമശി പുരട്ടിയ കാമുകന്മാരെ ആശ്രയിക്കാൻ വേണ്ടി സൗന്ദര്യവർദ്ധന വസ്തുക്കൾ കണ്ണിൽ പുരട്ടിയ എന്റെ മലബാറിന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഷോപ്പിംഗ് മോളിന്റെ കത്തളത്ത് സൗന്ദര്യം വരുത്തി വെച്ച കാമക്കണ്ണുകളുമായി കറങ്ങി നടന്ന കാമുകന്മാരെ വലയിലാക്കാൻ കടക്കണ്ണുമായി കറങ്ങിയ പൊന്നുമോളെ, ആ കണ്ണ് 2 ദിവസം കഴിയുമ്പോ കബറിന്റെ കത്തിരുന്ന ഒരു ദൂരമായിട്ട് കണ്ണിന്റെ ഭാഗം മാറുകയാ. ആണും പെണ്ണിന്റെ ഒക്കെ അവസ്ഥ അങ്ങനെ തന്നെയാ. 5ാമത്തെ ദിവസമായാൽ നമ്മുടെ ഈ മനോഹരമായ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിന്റെ വയറ്റിനകത്തിരുന്ന് പുഴുക്കൾ പുറത്തേക്ക് വരും. ഒരു ചെവിയിലൂടെ മറുചെവിയിലേക്ക് വലിയ വലിയ ഇടജന്തുക്കൾ കയറി വരും. അല്ലാഹുവേ, ആ സമയത്ത് അല്ലാഹു ആദരിച്ച ശരീരമാണെങ്കിലോ, അല്ലാഹു ബഹുമാനിച്ച ശരീരമാണെങ്കിലോ, മഹാന്മാർ ഇഷ്ടപ്പെട്ട ശരീരമാണെങ്കിലോ, നിന്റെ ഖൽബിലുള്ള പ്രേമം ആർക്കും കൊടുക്കാതെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചവരാണെങ്കിലോ, പേടിക്കേണ്ട പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ കഴിയുന്നതാണ് മഹാന്മാർ. അങ്ങനെയല്ലേ മഹാനായ യഹ്യ ബിൻ ഹാരിസ് റളിയല്ലാഹു തആല പറയുകയാണ്, വഇലാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ അദ്ദേഹം ഓടി വരികയാണ്. എന്നിട്ട് ചോദിച്ചു, നബി തങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് നീ റസൂലുമായി വയ്യത്ത് ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നബി തങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ആ മഹാനുഭാവനത് സമ്മതിച്ചപ്പോ യഹ്യ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ കയ്യിൽ ഞാനൊരു മുത്തം കൊടുത്തുപോയി. നബി തങ്ങളെ തൊട്ട കയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കയ്യിൽ ഞാനൊരു മുത്തം കൊടുത്തുപോയി എന്ന് മഹാനായ യഹ്യ ബിൻ ഹാരിസ് റളിയല്ലാഹു തആല പറയുകയാണ്. ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിന്റെ ഈ കൈ കൊണ്ട് ഈ മുത്തി നബി തങ്ങളുടെ ശരീരത്തെ തൊട്ടിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കാമുകിമാരെ വന്ന് തൊടാൻ കാത്തിരിക്കുന്ന വൈകാരിക ചിന്ത ഉണർത്തുന്ന ചെറുപ്പക്കാരാ, ന്യൂ ജനറേഷൻ എന്ന് പേരിട്ടുകൊണ്ട് പ്രവാചക പ്രേമത്തെ കബറടക്കിയിട്ട് അടിഞ്ഞാട്ടത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്ന ആധുനിക കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട ഉമ്മത്തേ, സാബിത്ത് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, നിന്റെ ഈ വലത്തെ കൈ കൊണ്ട് മുത്തി നബി തങ്ങളുടെ തോളത്ത് തൊട്ടിട്ടുണ്ടോ? നഅം യാ സാബിത്ത് എന്ന് മറുപടി പറഞ്ഞപ്പോ ഫഖബ്ബലഹാ, ആ കയ്യിലൊരു മുത്തം കൊടുക്കുകയാണ്. അതാണ് മദീനയിൽ കാണുന്നത്. മദീനയുടെ മണ്ണിന്റെ മുകളിൽ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് ചെരിപ്പെടാതെ നടന്നു പോയത്? ആ മദീനയോടുള്ള മഹബ്ബത്താണ്, ആ മദീനയോടുള്ള പ്രേമമാണ്. അൽഹംദുലില്ലാഹ്, പ്രവാചകരെ കാണാൻ കഴിയുന്നില്ല, ആ മുത്തുനബി തങ്ങളെ കണ്ടവരെ പോലും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ കണ്ടുമുട്ടണ്ടേ, അവിടത്തേക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കണ്ടേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 1000 സ്വലാത്തെങ്കിലും ചൊല്ലുക. നേരത്തേക്ക് ഞാൻ സദസ്സിൽ പറഞ്ഞത് 313 ചൊല്ലാനാണ്. ഇനി അതൊന്നും പോരാ. കാലഘട്ടത്തിന്റെ അവസ്ഥകൾ ജീർണിച്ചുകൊണ്ടിരിക്കുകയാ. മനുഷ്യനെ മൃഗങ്ങളെ പോലെ കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാ. ഉമ്മയെ പോലെ കൂട്ടിക്കൊടുക്കുന്ന കാലഘട്ടമാ, മക്കളെ പോലെ കൊള്ളെടുക്കുന്ന കാലഘട്ടമാ. പണത്തിന് വേണ്ടിയിട്ടെല്ലാം മറന്നുകൊണ്ട് മൃഗങ്ങളെ തോൽപ്പിക്കുന്ന ആറാട്ട് നടക്കുന്ന കാലവാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു ദിവസം 1000 സ്വലാത്ത് ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലിക്കോ. ഇതെന്തിനാന്നറിയോ? സ്വലാത്തിന്റെ കണക്കെടുപ്പ് മഹല്ല് നടത്താൻ വേണ്ടിയിട്ടല്ല, നിന്റെ മനസ്സിനെ സംസ്കരിക്കാൻ, നിന്റെ ജീവിതത്തെ സംസ്കരിക്കാനതാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ കാണുമ്പോൾ അവന് കിട്ടുന്നതെന്താണ്? ഒരു പെണ്ണുമായി സംസാരിക്കുമ്പോൾ അവന് കിട്ടുന്നതെന്താണ്? ഒരു പെണ്ണിന് മെസ്സേജ് അയക്കുമ്പോൾ അവന് കിട്ടുന്നതെന്താണ്? ഒരു പെണ്ണുമായി കറങ്ങി നടക്കുമ്പോൾ അവന് കിട്ടുന്നതെന്താണ്? പ്രേമത്തെ ആ രീതിയിലൂടെ മാത്രം നിങ്ങൾ കാണല്ലേ. കുഞ്ഞു മക്കളെ വിളിച്ചിരുത്തി ചാരലും സിനിമയും കാണിച്ചു കൊടുക്കുമ്പോൾ ദയവ് ചെയ്ത് എൻ്റെ ഉമ്മമാര് ഗൗരവത്തോടൊരു കാര്യം ചിന്തിക്കണം. അതിൽ നിന്ന് ഒരു നാണയത്തുട്ടിന്റെ ഗുണപാഠം നമ്മുടെ മക്കൾക്ക് പഠിക്കാനില്ല. കറുത്ത മുത്താണെങ്കിലും കറുക്കാത്ത മുത്താണെങ്കിലും ശരി.
ഒന്നുമില്ല പഠിക്കാൻ, വല്ലാഹി ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പഠിക്കാൻ? ഭർത്താവിന്റെ ഉമ്മയെ എങ്ങനെ കൊല്ലണം, ഭർത്താവിനെ എങ്ങനെ കുപ്പിയിലാക്കണം, എങ്ങനെ ചതിക്കുഴി ഉണ്ടാക്കണം, എങ്ങനെ കലഹം ഉണ്ടാക്കണം, എങ്ങനെ കലാപം ഉണ്ടാക്കണം, എങ്ങനെ ഭർത്താവ് അറിയാതെ മറ്റുള്ളവർക്കും മടിക്കുത്തഴിച്ചു കൊടുക്കണം, ഇതാണ് എന്നുള്ള സർവ്വ സീരിയലും സിനിമയും നിന്നെ പഠിപ്പിക്കും. അവിടെ നമ്മുടെ മക്കളെ കൊണ്ടിരുത്തിയിട്ട് ഉളുപ്പില്ലാതെ ഇരുന്ന് കാണുമ്പോ കേരളത്തിൽ അറിയപ്പെട്ട ചാനലിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു സീരിയലിൽ ഡബിൾ റോൾ അഭിനയിക്കുന്ന ഒരു പെണ്ണ് ഇപ്പൊ ഗർഭവതിയായി കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ്. അതൊന്നും നമ്മുടെ താത്തമാരതൊന്നും വായിക്കൂല, നമുക്കതിനൊന്നും നേരമില്ല, അതൊന്നും നമ്മൾ അറിയൂല. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വേറെ എന്തെങ്കിലും നമുക്ക് നക്കാനുണ്ടോ എന്ന് നോക്കി നടക്കാൻ ഇതൊന്നും നമ്മൾ ചിന്തിക്കൂല. ഈ ഡബിൾ റോൾ അഭിനയിച്ച കേരളത്തിൽ ഈ മുസ്ലിം പെണ്ണുങ്ങൾ മുഴുവനും കാണുന്ന, ഞാൻ മുഴുവനും എന്ന് പറയുന്നത് അതിനിടയിൽ ചിലപ്പോ ഒന്നോ രണ്ടോ ഉമ്മമാരുണ്ടാവും. ചിലപ്പോ അവർക്ക് കാഴ്ച കുറവായതുകൊണ്ട് മരുമോള് സമ്മതിക്കാത്തായിരിക്കും കാണാൻ. അങ്ങനെ കാണാത്ത ഉമ്മമാരൊഴിച്ച് ബാക്കിയൊക്കെ കാണുന്നതാണ്. നമ്മളെ ഈ മൂടലും ഈ പൊതിയിലും ഒന്നും എനിക്ക് വിശ്വാസമില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് കാണുന്ന പെണ്ണുങ്ങൾ പഠിക്കണം. പേര് ഞാൻ പറഞ്ഞാൽ അത് ഒരു പൊതുവിൽ അവർക്കൊരു ആക്ഷേപമാവൂല. അതുകൊണ്ട് ആ സീരിയലിന്റെയും ആ പെണ്ണിന്റെയും പേര് ഞാൻ പറയുന്നു. എന്നെ സീരിയൽ പ്രഭാഷകനാണ്, നൗഷാദ് ബാക്കവി പാട്ടുകാരനാണ്, ആൽബം പ്രഭാഷകനാണെന്നൊക്കെ പറയും. അതൊക്കെ പറഞ്ഞു, അതെല്ലാം പറയുന്നതിന്റെ കൂട്ടത്തിൽ അൽഹംദുലില്ലാ അതും ഇരിക്കട്ടെ, റാഹത്ത് തന്നെ. അതിലൊന്നും ഞാൻ ചെവി കൊടുക്കുന്നില്ല. അതിന് ചെവി കൊടുക്കാൻ നിന്നാൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേറെ ആളുണ്ടാവില്ല. ഇത് നിങ്ങൾ അറിയണ്ടേ? ആ പെണ്ണ് ഗർഭവതിയായി, കല്യാണം കഴിഞ്ഞ പെണ്ണാണ്. കല്യാണം കഴിഞ്ഞ പെണ്ണ് ഇപ്പൊ ഗർഭവതിയാവുന്നത് വലിയ അത്ഭുതം. അവിടെ കല്യാണം കഴിയാത്തവർ ഗർഭിണിയായിട്ട് കേരളം ഞെട്ടിയില്ല. രാജ്യം ഭരിക്കുന്ന പ്രധാനപ്പെട്ടവരുടെ തന്നെ ലൈംഗിക കേളിയുടെ സീഡിക്ക് വേണ്ടി കൊതിയോടെ നേർച്ച നേർന്ന് കാത്തിരുന്നവരാണ് മുസ്ലിം ചെറുപ്പക്കാരും സഹോദരിമാരും ഒക്കെ. എനിക്കറിയാം. എന്നിട്ട് കാണാതെ വന്നപ്പോ നിരാശയോടെ ജീവി ഓഫ് ചെയ്തവരാണ്. പോട്ടെ, അടുത്ത മന്ത്രിസഭയിൽ നോക്കാതെ പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ആ നാട്ടിൽ ഒരു പെണ്ണ് ഗർഭവതിയാകുന്നത് വലിയ ചർച്ചയില്ല. പക്ഷേ 2 മാസത്തിന് മുമ്പ് ആ വാർത്ത പരന്നപ്പോൾ ചാനലിൽ പത്രക്കാരൊക്കെ ഓട്ടിച്ചു പിടിച്ചു അവരെ. സംഭാഷണ മധ്യേ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ അഭിനയിച്ച സീരിയലിന്റെ നിർമ്മാതാവാണ് എന്റെ ഉദരത്തിലുള്ള കുഞ്ഞിന്റെ, ഇപ്പോഴത്തെ കുഞ്ഞിന്റെ പിതാവ്. കഴിഞ്ഞ കുഞ്ഞിന്റെ പിതാവ് ആരാന്നുള്ള വെളിപ്പെടുത്തിയിട്ട് കല്യാണം കഴിഞ്ഞത്. മണങ്ങോണം ഭർത്താവ് കൊടയും പിടിച്ച് കൂടെ നടക്കും ഷൂട്ടിങ്ങിന്. നമ്മുടെ ഉമ്മമാർക്കൊക്കെ അതല്ലേ ആഗ്രഹം. മോളെ നടിയാക്കിയിട്ട് കൂടെ നടക്കുക, മോളെ പാടാൻ വിട്ടിട്ട് കൂടെ നടക്കുക, മോളെ കലോത്സവത്തിന് വിട്ടിട്ട് ഒരുങ്ങി കൂടെ നടക്കുക. ഏറ്റവും അധികം സഹോദരിമാർക്ക് സൗകര്യം ഭർത്താക്കന്മാർ ഗൾഫിൽ കഴിയില്ല. നാട്ടിൽ വന്നോന്ന് പറഞ്ഞു, ഇനിയിപ്പോ അടുത്ത മാസം വരോടി, ഇനി ഒന്നും നടക്കൂല, നീ പൊയ്ക്കോ, ഞാൻ വരണില്ല. പട്ടാമ്പി നേർച്ച അള്ളാഹു ഇക്ക നാട്ടിലില്ലാത്ത സമയത്തായിരുന്നെങ്കിൽ ആടിച്ച് പൊളിക്കായിരുന്നു. നമ്മള് പറയൂലേ, ഇക്ക നാട്ടിലുണ്ടെങ്കിൽ ഒന്നും നടക്കൂല. ഇക്ക കൂടെ ഉണ്ടാവും പല കാര്യങ്ങൾക്കും, പക്ഷെ ഇക്ക ഉള്ളപ്പോ ഒരു നിയന്ത്രണം ഉണ്ടാവുമല്ലോ. സംഭവം പലതരികടെ എപ്പോഴും നടക്കും. ഇക്കാക്ക് അതൊക്കെ ഇഷ്ടമാണ്, എങ്കിലും ഒരു നിയന്ത്രണം വരും. അതുകൊണ്ടാണ് പെങ്ങളെ ചിന്തിക്കണം. 3 കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീട്ടിന്റെ അകത്ത് നിന്ന് നമ്മളെ പുറത്തിറങ്ങും വേണ്ടല്ലോ. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് ഘട്ടാണ്. അത് എപ്പോഴാണെന്ന് അറിയാൻ അല്ലെ താമസമൊന്നുമില്ല. ബാത്റൂമിനകത്ത് കയറി കാല് വഴുതി തല ഒന്ന് മാർബിളിൽ ഇടിച്ചാൽ കഴിഞ്ഞു. ഈ മാസം 1-ാം തീയതി ശ്രീചിത്രയിൽ പോയിരുന്നു. അല്ലാഹുവേ അത് പറയാൻ പോലും കഴിയുന്നില്ല. 27 വയസ്സുള്ള ഒരു പൊന്നുമോളെ വലത്തേ കൈയിൽ വാപ്പിച്ച് പിടിച്ചിരിക്കുന്നു, ഇടത്തേ കൈയിൽ ഉമ്മച്ച് പിടിച്ചിരിക്കുന്നു. കൊണ്ടു നടക്കുകയാണ്. 2 ഓപ്പറേഷൻ തലയിൽ കഴിഞ്ഞ് ഒരു മുടി പോലും ആ തലയിലില്ല. ഹോസ്പിറ്റലിലൂടെ നടക്കാൻ പറഞ്ഞു. 20 മിനിറ്റ് നടക്കണം. തല ഓപ്പറേഷൻ കഴിഞ്ഞവർ 20 മിനിറ്റ് നടക്കണം. ആ തല ഒന്ന് പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് നേരമില്ലാന്ന് അഹങ്കരിച്ച പെണ്ണേ, ഇപ്പൊ ആ തല ഒന്ന് കുനിക്കാൻ പോലും ആ പൊന്നുമോക്ക് കഴിയുന്നില്ല. നൈറ്റിയുടെ പച്ച മേക്സിയുടെ അകത്ത് മെലിഞ്ഞുണങ്ങിയ വിറകുകൊള്ളി പോലെ ഒരു ശരീരം വെളുത്തു തൊടുത്ത പൊന്നുമോളായിരുന്നു. കണ്ണൊക്കെ ക്രാവി കുടിയിൽ വീണു. തലയിൽ ഒരു മുടി പോലുമില്ല. 2 ഓപ്പറേഷൻ കഴിഞ്ഞ സ്റ്റിച്ചുണ്ട്. ഒരു തുണി പോലും ആ തലയിലിടാൻ പറ്റൂല. വേദനയാണ്. തലയോട്ടി പൊട്ടിച്ച് 6-7 മണിക്കൂർ ബോധം കെടുത്തിയ ഓപ്പറേഷനെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെ കാക്കടയല്ല, പടച്ചവരെ ഞങ്ങളെ കാക്കട റബ്ബേ, അല്ലാഹുവേ ഞങ്ങളെ കാക്കടയല്ല.
എന്റെ ഈ സരസിൽ വന്നിരിക്കുന്നവരെ, നമ്മുടെ തലയോട്ട് പൊട്ടിക്കുന്ന ഓപ്പറേഷനാണ് തിരുവനന്തപുരം ശ്രീചിത്രയില്. ബ്രെയിനിൽ മുഴ വളരുമ്പോ നടത്തുന്നത്, തലച്ചോറിൽ മുഴ വളരുമ്പോ നടത്തുന്നത്. എന്നെ കണ്ടപ്പോൾ ആ ഉപ്പ ഓടി വരികയാണ്. പെണ്ണെ മോളെ ഒന്ന് പിടിക്കൂന്ന് പറഞ്ഞിട്ട് ആ ഉപ്പ ഓടി വന്നിട്ട് പറയും, ഉസ്താദേ നിങ്ങൾ ദുആരക്കണം, നിങ്ങൾ എവിടെ പ്രസംഗിച്ചാലും ദുആരക്കണം. എന്റെ മോളാണത്, കോലം കണ്ടില്ലേ, അവക്കൊന്നും അറിയില്ല ഉസ്താദേ. 20 മിനിറ്റ് നടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു 5 മിനിറ്റ് പോലും അവക്ക് നടക്കാൻ കഴിയൂല. കാല് തളരുകയാണ്, മനസ്സ് പതറുകയാണ്. എന്റെ പൊന്നുമോളെ എനിക്ക് ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല ഉസ്താദേ. എന്റെ നാട്ടിലെ, എന്റെ വീട്ടിലെ, എന്റെ പരിസരത്തെ ഏറ്റവും വലിയ സുന്ദരി എന്റെ മോളായിരുന്നു ഉസ്താദേ. എന്റെ മഹലിലും മതപ്രസംഗം നടന്നപ്പോ 3 വർഷം എന്റെ മകൾക്ക് വേണ്ടിയിട്ട് കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതിനു വേണ്ടി മഹലിന്റെ ട്രോഫി വാങ്ങിയത് ഞാനായിരുന്നു ഉസ്താദേ. എന്റെ മോൾ അഭിമാനമായിരുന്നു. എവിടെന്നാണെന്നറിയില്ല, പെട്ടെന്നൊരു ദിവസം എന്റെ പൊന്നുമോക്കൊരു തലചുറ്റലും ക്ഷീണവും വന്നതാണ്. പെട്ടെന്ന് തളർന്നു വീഴുകയാണ്. ആ പൊന്നുമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സ്കാൻ ചെയ്യാൻ തിരുവനന്തപുരം RCC പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് ശ്രീചിത്രയിൽ പറഞ്ഞു വിട്ടു, സാറേ 2 മുഴകളാണ്, 2 മുഴകളാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോക്കുള്ളത്. പക്ഷേ ആ പൊന്നുമോക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കുമ്പോ ഒരു കാര്യം കൂടി ഞാൻ ഉസ്താദിനോട് പറയുകയാണ്. ഇവിടെ ബ്രെയിൻ ട്യൂമർ ബാധിച്ച എല്ലാ രോഗികളോടും ഡോക്ടർമാര് കിടക്കാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെന്നറിയോ? വലത്തേ കൈ വലത്തേക്ക് വെള്ളത്ത് വെച്ചിട്ട് വലത്തേ ഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കണമെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ. അത് കേട്ടപ്പോ എനിക്ക് രോമാഞ്ചം വന്നു പോയി. കാരണം ഞങ്ങളൊക്കെ ചെറിയ പ്രായം മുതൽ പഠിച്ചത് മദർസയിൽ ഉസ്താദുമാര് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങൾ എങ്ങനെ ഉറങ്ങണമെന്ന് പഠിപ്പിച്ചത് വലത്തേ കവളിന്റെ താഴ്ഭാഗത്ത് വലത്തേ കൈവച്ച് കിടന്നുറങ്ങാനല്ലേ. അറിഞ്ഞില്ല നബിയേ, ഞങ്ങൾ അറിഞ്ഞില്ല നബിയേ, ഞങ്ങൾ അറിഞ്ഞില്ല നബിയേ. അങ്ങ് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ നേരമില്ലാതെ ദുനിയാവിന്റെ പിന്നാലെ തേപ്പട്ടികളെ പോലെ ഇറച്ചി കഷണത്തിന് വേണ്ടി ഓടുന്ന അകപ്പതരത്തിന്റെ കുടിയിൽ സമരാറം വീണ് പോയി നബിയേ. മാഫാക്കണം നബിയേ, പൊരുത്തപ്പെടണം നബിയേ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, അല്ലാഹു അത്ഭുതങ്ങളാണ് തലയിൽ നിറച്ചിരിക്കുന്നത്. അല്ലാഹു മഹാത്ഭുതങ്ങളാണ് തലയിൽ നിറച്ചിരിക്കുന്നത്. അതിന്റെ കത്ത് ചെറിയ ഒരു മുഴ വന്നാൽ പിന്നെ പട്ടാമ്പി നേർച്ചയ്ക്ക് ഞാൻ പോണില്ലാതെ നീ തന്നെ വിളിച്ചു പറയേ. ഇനി പൂരപ്പറമ്പിൽ ഞാനില്ല, ആടാനും പാടാനും ഞാനില്ല, ഗാനമേള കാണാനും ഞാനില്ല, സീരിയൽ കാണാനും ഞാനില്ല, എനിക്ക് തലവേദന എടുക്കാണ്. ഒരു ചെറിയ മുഴ വന്നാ മതി പെങ്ങളെ. അല്ലാഹുവേ, ഈ സദസ്സിൽ വരുന്നവരെ കാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട കൊപ്പം ഉസ്താദിനോട് പറഞ്ഞു, എന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയി, ഉസ്താദ് ദ്വാരക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അറിവുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ആ പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ മറക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ മരിച്ചാൽ ആരും ചെറുശ്ശേരി ഉസ്താദിന്റെ കബറിനടുത്തിരുന്ന് മുത്തല്ലിമീങ്ങൾ മാറിയിട്ടില്ല. ഇന്ന് ഓതുകയാണ്, ഖുർആൻ ഓതുകയാണ്. നമ്മൾ മരിച്ചാൽ ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ വരിക? ആരാണ് വന്നിരിക്കുക? 1 ലക്ഷം ആള് നമസ്കാരത്തിന് കൂടിയിട്ടുണ്ടാകും, കാണാമെന്നിട്ടുണ്ടാകും. ചെറുശ്ശേരി ഉസ്താദിന്റെ ശംഖ് പോലെ കൊണ്ടുനടന്ന ഉസ്താദിന്റെ കബറിന്റെ അടുത്തിരുന്ന് ജനങ്ങൾ അകന്നു പോയില്ലേ? അവിടെ പോലും കബറിന്റെ അകത്തേക്ക് ഇറങ്ങിക്കിടക്കാൻ പറ്റിയോ? ആ കബറിന്റെ അടുത്ത് നിങ്ങൾ പോവില്ല എന്ന് പറയാൻ പറ്റിയോ? ഉസ്താദേ, നിങ്ങൾ പോവുക. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ദാറത്തൻ നുഖറാ എന്ന് പറഞ്ഞു മണ്ണ്. അല്ലാഹുവേ, ഞാൻ മണ്ണ് വാരിയപ്പോ എന്റെ കൈകാല് വിറച്ചു പോയി. ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് പറഞ്ഞു, ബാക്കവി വാരിയിട്ടോ. അമീതരിത്തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങോട്ട് മാറിക്കൊടുക്കും, ബാക്കവി മണ്ണ് വാരിയിട്ടെ. അല്ലാഹുവേ, എല്ലാവരും സൗകര്യം തന്നപ്പം മണ്ണിടാൻ തോന്നിപ്പോയി. എന്റെ കൈകാല് വിറച്ചുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ജരാശ ഇറക്കിയ കബറിലേക്ക് മണ്ണിട്ടൊരാള് ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെറുശ്ശേരി ഉസ്താദിന്റെ മുഖത്തിന് മണ്ണ് പറ്റിക്കോ. ഈ കേരളത്തിന്റെ ഉമ്മത്ത് സമ്മതിക്കില്ല എന്ന് ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് ആലപ്പുഴ സമ്മേളനത്തിലൂടെ കൊടുത്തതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ സഹിക്കാൻ
പറ്റില്ല, നമുക്ക് താർക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ ചങ്ക് പോലെ കൊണ്ട് നടന്നവരുടെ കബറിന്റെ അകത്ത് പോലും നമുക്ക് ഇറങ്ങിക്കിടക്കാൻ പറ്റൂല. അങ്ങനാണെങ്കിൽ നമ്മൾ കബറിന്റെ അകത്ത് പോയാൽ ആരാണ് കൂടെ വരിക? മക്കള് പറയും ഉമ്മ നിങ്ങൾ പോകുന്നു, ഭർത്താവ് പറയും പെണ്ണേ ഞാൻ പോകുന്നു, വാപ്പ പറയും മോനെ ഞാൻ പോകുന്നു. ആരുമില്ല, എല്ലാവരും പോകുന്നു. പിന്നെ നീയും നീ ചെയ്ത പ്രവർത്തനങ്ങളുമായിട്ട് അവിടെ കിടക്കുമ്പോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ മഹാനായ സൗദാ റളിയല്ലാഹു അൻഹു പള്ളിക്കകത്തിരുന്ന് കരയുകയാണ്. കരച്ചിലോടെ കരച്ചിൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സൗദാനേ നീ എന്തിനാ കരയുന്നത്? മഹാനായ സൗദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത് കൽബിൽ തട്ടുന്ന ഒരു ചരിത്രമാണ്. പറഞ്ഞു കൊടുക്കുന്നത് മനസ്സ് എന്തുപോകുന്ന ഒരു ചരിത്ര സകലമാണ്. അല്ലാഹുവേ, ഈ മഹല്ലിലെ മൂന്ന് സഹോദരങ്ങൾ മാനം കണ്ടെത്തി എൻകെ ഗ്രൂപ്പിനോട് പറഞ്ഞു, ഉസ്താദേ 14 സെന്റ് വസ്തു നമ്മുടെ പള്ളിക്ക് വേണ്ടി എഴുതിയെടുക്കുകയാണ്. പള്ളിയുടെ മിഹ്റാബിനോട് ചേർന്ന് കിടക്കുന്നത്. വർഷങ്ങളായി പാവപ്പെട്ടവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന മഹല്ല്, വർഷങ്ങളായി സുന്നത്ത് ജമാഅത്തിന് മാതൃക കാണിക്കുന്ന മഹല്ല്, വർഷങ്ങളായി ഒരു അലങ്കോലവുമില്ലാതെ അടക്കവും അച്ചടക്കവും ഒതുക്കത്തോടെ മുന്നോട്ട് പോകുന്ന മഹല്ല്. ആ മഹല്ലിൽ മുമ്പ് കിടക്കുന്ന 14 സെന്റ് വസ്തു അത് പള്ളിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. ഭാഗ്യമുള്ളവരെ, ആ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മദനി ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചപ്പോ എംകെ ഗ്രൂപ്പിന്റെ പ്രവർത്തകർ പറഞ്ഞതാ, അല്ലാഹുവേ അവർക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടല്ലോ, അവരതിനൊക്കെയാണ് ദുആ ചെയ്യാൻ പറഞ്ഞതെങ്കിലും ഞാനിപ്പോ ആദ്യം അതിനല്ല ദുആരക്കുന്നത്. ഇവിടെ ജബ്ബാർ മുസ്ലിയാർ മരണപ്പെട്ടതുപോലെ ഈ പറഞ്ഞ കുടുംബത്തിലെ ഗ്രൂപ്പിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയോ, നിനക്ക് വേണ്ടി 2 സെന്റിന്റെ പൈസയാണ് ആ കുടുംബത്തിൽ നിന്ന് അവർ മാറ്റിവെച്ചത്. 3 ലക്ഷം രൂപ. ആദ്യം അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാതെ കഴിയൂല. പൈസ എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാകുന്നത് കൊണ്ട് അവർ കൊടുക്കുന്നതല്ല. എല്ലുമുറിയെ പണിയെടുത്ത് ബിസിനസ് നടത്തി പൊരിവയിലെത്ത് വിദേശ രാജ്യത്തിന്റെ നിയമക്കുരുക്കിനകത്ത് അല്ലാഹുവേ അവർ പണിയെടുത്തിട്ട് കിട്ടുന്ന കാശാണ്. എന്നെയും നിങ്ങളെയും പോലെ നമ്മുടെ കയ്യിലും പണമുണ്ടെങ്കിൽ അവരെ പോലെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നതാ. നമ്മൾ ആഗ്രഹിക്കുന്ന ബിസിനസ് അവരും ആഗ്രഹിക്കുന്നതാ. പക്ഷേ അവരൊരു സെക്കൻഡ് ചിന്തിച്ചു പോയി അവരുടെ മരണപ്പെട്ടു പോലെ വാപ്പാടെ കബറില് അവർ ജീവിച്ചിരിക്കുന്ന ഉമ്മാടെ ആഫിയത്തിന് അവര് മരണപ്പെട്ടു പോയാൽ അവരുടെ കബറിലേക്ക് അൽഹംദുലില്ലാ ഈ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യുന്ന പുണ്യഭൂമിയുടെ 2 സെന്റ് സ്ഥലം അവരുടെ പേരിൽ അല്ലാഹുവിന് ആധാരം ചെയ്തു കൊടുക്കുകയാ. പള്ളിയിലെഴുതുമ്പോ അവരുടെ പേര് കാണൂല്ല. പക്ഷെ അല്ലാഹുവിന്റെ മലക്കുകള് നിങ്ങൾ 10 രൂപ കൊടുത്താലും അത്രയും സ്ഥലം നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ എഴുതുകയാ. നിങ്ങൾ 50 കൊടുത്താൽ അത്രയും സ്ഥലം എഴുതുകയാ. ഒരു 5 മിനിറ്റ് ഞാൻ ചോദിക്കാണ്, അരോചകത്വം തോന്നല്ലേ, വെറുപ്പ് തോന്നല്ലേ, പിരിവാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ മനസ്സ് വരല്ലേ? സൗഭാഗ്യമുള്ളവന്റെ ചരിത്രം പറഞ്ഞ് സ്വലാത്തിൽ കണ്ണീരോടെ മദീന കാണാൻ ദ്വാരം എഴുന്നേക്കുണ്ട്. ചിലപ്പോ ഇന്നത്തെ മജ്‌ലിസിന്റെ ദ്വാര ബറക്കത്ത് കൊണ്ട് നിനക്ക് മദീന പോകാനുള്ള ഭാഗ്യം തന്നാലോ, നബിതങ്ങളെ കാണാനുള്ള മഹാഭാഗ്യം അല്ലാഹു തന്നാലോ, നിരുത്സാഹപ്പെടുത്തി നിരാശപ്പെടുത്തി മടങ്ങാൻ പാടില്ല. ഏത് സദസ്സാണെന്ന് പറയാൻ കഴിയില്ല. അൽഹംദുലില്ലാ ഈ പ്രിയപ്പെട്ട മാനം കണ്ടെത്ത കുടുംബത്തെ തെക്കേക്കരയും ഗ്രൂപ്പിന് നീ വളർത്തണേ അല്ലാ. അവർക്ക് വേണ്ടി അവരുടെ പേരിൽ മാണിക്യമുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ മണവറയിലേക്ക് ഒരു 3 സ്വലാത്ത് ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. അല്ലാഹുവേ നിന്റെ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്വതക്ക ചെയ്ത പെരിങ്ങോട് മഹലിന് വേണ്ടിയിട്ട് ഒരുപാട് പണം മുടക്കിയ കുടുംബമാണ്. 2 സെന്റ് വസ്തുവിന് വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ. അല്ലാഹുവേ ആ മക്കളുടെ ഉപ്പ എത്ര ഭാഗ്യവാനാണ്. ഖബറിന്റെ അകത്ത് മക്കള് പള്ളിക്ക് വേണ്ടി നെയ്യപ്പെരിയുടെ പുണ്യഭൂമിയുടെ പ്രതിഫലം ഔപ്പാക്ക് കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ആ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആ ഉമ്മയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചതാണ്, ഉമ്മ മക്കള് പൊന്നുപോലെയല്ലേ നിങ്ങൾ നോക്കുന്നത്? അങ്ങനെയൊക്കെ തന്നെയാണ് ഉസ്താദേ, മക്കൾക്ക് ദുആരക്കണം അല്ലാ. ആ ഉമ്മാടെ പൊരുത്തം ആ മക്കൾക്ക് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇനി ആ 2 സെന്റ് അവരുടെ പേരിലാണ് നിനക്കുള്ളത് റബ്ബേ. അത് മനോഹരമായ പെരിങ്ങോട് പള്ളിക്കുള്ളതാണ്, അത് പള്ളിക്ക് വേണ്ടി എഴുതിയതാണ്. പക്ഷേ നിന്റെ കോടതിയില് ആ 2 സെന്റ് വസ്തുവിന്റെ പേര് ഈ പ്രിയപ്പെട്ട MK ഗ്രൂപ്പിന്റെ പേരിലാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. എപ്പ മരണപ്പെട്ടാലും അവർക്ക് അതിന് പകരം നീ സ്വർഗം കൊടുക്കണേ അല്ലാ. 1 സെന്റ് വസ്തുവിന് 1.5 ലക്ഷം രൂപയാണെങ്കിൽ അതിനെ 3ആയി തിരിച്ച് ഒന്നാമത്തെ 50,000 അടുത്ത 3ാമത്തെ സെന്റിന്റെ 50,000 ഞാനും കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ പങ്കുചേരാനുണ്ടോ? ഇത് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാ, സ്വലാത്ത് നടക്കുന്ന പള്ളിക്ക് വേണ്ടിയാ, ദിക്ർ നടക്കുന്ന പള്ളിക്ക് വേണ്ടിയാ, പാവപ്പെട്ടവരെ സഹായിക്കുന്ന പള്ളിക്ക് വേണ്ടിയാ, വാപ്പാക്ക് വേണ്ടി പറയാൻ, ഉമ്മാക്ക് വേണ്ടി പറയാൻ, ഇതാർക്കും കണക്ക് നോക്കി എടുത്തുകൊണ്ടു പോകാനല്ല, അല്ലാഹുവിന് വേണ്ടി വഖഫ് ചെയ്യുകയാണ്. അത് പടച്ചവന്റെ പേരിൽ അവൾ അറിയപ്പെടുന്നവരാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ആര് പറഞ്ഞാലും ഈ സമയം മുതൽ അത് പടച്ചവനെ മുന്നെടുത്ത് അവരുടെ പേരിൽ ഖബൂൽ ചെയ്യണേ റബ്ബേ. ആരെങ്കിലും ഉണ്ടോ പറയാൻ? 50,000 രൂപ ഉസ്താദേ, ആ വസ്തുവിന്റെ ഒരു ഭാഗം, അടുത്ത 1 സെന്റ് എടുക്കുന്നതിന്റെ ഒരു ഭാഗം എന്റെ പേരിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ചവന് വേണ്ടി വഖഫ് ചെയ്യാൻ ഇവിടുത്തെ ഇമാമിങ്ങളെ, സംഘാടകരെ, കമ്മിറ്റിക്കാരെ ആരെയും നോക്കാൻ പാടില്ല. അങ്ങനെ ഡയറക്റ്റ് അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ പറ്റുന്ന ഒരു നിയ്യത്തിൽ ഈ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന ഈ രാത്രിയിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരാൾക്ക് പറയാൻ, അൽഹംദുലില്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 3 ആള് ഓരോ ലക്ഷം രൂപ വെച്ച് പറഞ്ഞ് 3 ലക്ഷം രൂപ ആയി. ഇനി അടുത്ത 50,000 രൂപ ഒന്ന് ഒരാളൊന്ന് തുടങ്ങി വെക്കാൻ ഒന്ന് പറയാൻ വേഗം പറഞ്ഞാൽ ആ സൗബാർ റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞ് സന്തോഷത്തോടെ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് മദനി ഉസ്താദ്, അദ്ദേഹം ഈ നാട്ടുകാരനായതിനപ്പുറം എല്ലാവരോടും നിങ്ങൾ കൊടുക്ക് എന്ന് പറയുന്നതിനപ്പുറം അദ്ദേഹം തന്നെ അൽഹംദുലില്ലാ 50,000 രൂപ നിയ്യത്ത് ചെയ്തു വന്നിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടയായ പടച്ചവരെ, ആ പ്രിയപ്പെട്ട സഹോദരന് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. ഈ മഹലിന് വേണ്ടി ചെയ്യുന്ന ഖിദ്മത്തുകളെ നീ പരിഗണിക്കണേ അല്ലാ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ആഗ്രഹം നീ നടത്തി കൊടുക്കണേ അല്ലാ. ശാരീരികമായി കുറെ വിഷമങ്ങളുണ്ട് പടച്ചവനെ, നിന്റെ പള്ളിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ആ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. ആ നൊമ്പരങ്ങളെ നീക്കണേ അല്ലാ. ആ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ. വോളണ്ടിയേഴ്സ് കടന്നു വരുന്നുണ്ട്, പറയാൻ പറ്റുന്നവരൊക്കെ പറയുക. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ എല്ലാവരും കൂടി പറയുമ്പോഴാണ് ഓരോ മഹലിന്റെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാഹുവേ, ആര് മനസ്സ് വെച്ചാലും അവരെ അനുഗ്രഹിക്കണേ റബ്ബേ. അബൂ ത്വാഹിർ മദിലകത്ത് മഹലിന് വേണ്ടി സംഭാവന 25,000 രൂപ. അൽഹംദുലില്ലാ, വോളണ്ടിയേഴ്സ് നിങ്ങൾ പറഞ്ഞു 25,000, 10,000, 50,000 എത്രയാണെങ്കിലും പറഞ്ഞു. KC ആലിക്കുട്ടി സ്ഥലം വാങ്ങുന്നതിലേക്ക് 50,000 രൂപ. ഖുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ആലിക്കുട്ടി എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. 50,000 രൂപ മഹലിന് സ്ഥലം വാങ്ങുന്നതിലേക്ക് നിയ്യത്ത് ചെയ്തു പടച്ചവനെ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കണേ അല്ലാ.